നമുക്ക് നോക്കുമ്പോൾ ചന്തമുള്ള പെണ്ണിനെ കാണുമ്പോ ഇത് നമുക്ക് പറ്റിയ പെണ്ണാണ്, യോജിച്ചവളാണ്, സുന്ദരിയാണ്, സുശീലയാണ്. പക്ഷേ കാണുമ്പോൾ നിനക്ക് സൗന്ദര്യമുളവാക്കും അവളുടെ കണ്ണിമകളിലൂടെ നീ വീണുപോയവനാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ ഭാര്യയാക്കി അംഗീകരിക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കും. പക്ഷേ ഓർക്കണേ സഹോദരാ, ദാമ്പത്യ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുമ്പോ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി നിനക്ക് അനുവദനീയമായ ഹലാലായ സാലിഹായ കൺകുളിർമയുള്ള മക്കളായി വരുമോ അത് നീ അല്പം ആലോചിച്ചു വേണമേ നീ നിക്കാഹ് കഴിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹാ, ദുനിയാവിലെ വിഭവങ്ങളിൽ ശ്രേഷ്ഠയായ വിഭവം സാലിഹത്തായ പെണ്ണാണ്. من رزقه الله امرأة صالحة فقد أعانه على شطر دينه أو كما قال رسول الله. ആർക്കെങ്കിലും ഒരു സാലിഹത്തായ പെണ്ണിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിച്ചുവെങ്കിൽ അല്ലാഹു ദീനിന്റെ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും അവളെ കൊണ്ട് അല്ലാഹു അവനെ സഹായിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ദീനില്ലാത്ത, സംസ്കാരമില്ലാത്ത, പരിശുദ്ധവതികളല്ലാത്ത, പതിവ്രതകളല്ലാത്ത, തറവാടിത്തമില്ലാത്ത കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തെരഞ്ഞെടുക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അങ്ങനെ തെരഞ്ഞെടുത്തു പോയാൽ നിങ്ങളുടെ സന്താനം നിങ്ങൾക്ക് എതിരാകും, സംശയമില്ല. അതിന്റെ തെളിവാണ് മഹാനായ യഹ്യാ നബിയോട് അല്ലാഹുവിന്റെ കൽപ്പന, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയാ. യഹ്യേ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ നീ മുറുകെ പിടിക്കണേ, അല്ലാഹുവിന്റെ വഴികളെ സ്വീകരിക്കണേ, അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളണമേ. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. ആരാണ് ഉമ്മ? ഉമ്മാന്റെ മഹത്വം എന്താണ് മക്കളെ? ഇന്ന് ഉമ്മാനെ തെറി പറയുന്നവരെത്ര പേരില്ലേ? ഉമ്മയെ ഒറ്റക്കാക്കിയിട്ട് ഭാര്യയോടൊപ്പം 6000 ചതുരശ്ര വിസ്തീർണമുള്ള അമ്പരച്ചുംബികളായ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന മക്കളെ, നിന്റെ ഉമ്മ കിടക്കുന്നത് കാലികളുടെ തൊഴുത്തിലല്ലയോ? നിന്റെ ഉമ്മ കിടക്കുന്നത് ചെറിയ കുടിലല്ലയോ? നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ ഹമലതു ഉമ്മുഹു ഖുർഹാ, 10 മാസക്കാലത്തോളം ആ ഗർഭത്തിന്റെ ഉള്ളിൽ, ആ ഉദര ഗഹ്വരത്തിൽ നിന്നെ പേര് നടന്ന നിന്റെ ഉമ്മ ഇരുന്നാലും അല്ലാ, കിടന്നാലും അല്ലാ, ഭക്ഷണം കഴിച്ചാലും ബാത്റൂമിൽ പോയാലും എന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന എന്റെ പൊന്നുമോൻ, എന്റെ കൺകുളിർമയായ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ലാ എന്ന് ഓരോ സമയവും നെടുവേർപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സംരക്ഷണത്തോടെ വളരെ വളരെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കുന്ന ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് ഖുർആൻ പറയുകയാ വവളഅതുഹു ഖുർഹാ, വളരെ വേദന സഹിച്ചാണ് നിന്നെ പ്രസവിച്ചത്. والوالدات يرضعن أولادهن حولين كاملين. 2 വർഷക്കാലത്തോളം ഉപ്പ സുഖനിദ്രയിൽ ആണ്ടുകിടക്കുമ്പോ ഈ മാതാവിന് ഉറക്കമില്ലാതെ ഈ കുഞ്ഞുമക്കൾക്ക് മുല കൊടുക്കുകയല്ലേ. النار من فوقي والنار من تحتي والنار عن يميني والنار عن شمالي الأمان الأمان يا رسول الله. ഖബറിന്റെ ഓരത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണത് കേട്ട മാത്രയിൽ വളരെ ദീർഘനേരം അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. കാരണം എന്താണ്? ഖബറിൽ നിന്ന് അശരീരി കേൾക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കേൾക്കുകയാണ്. ആരോ ഒരു അശരീരിയോടെ വിലാപത്തോടെ വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ഒന്ന് സഹായിക്കുമോ ഹബീബേ? എന്റെ മുകൾ ഭാഗത്ത് തീയാണ്, എന്റെ ഖബറിന്റെ
ഭാഗത്ത് തീയാണ്, എന്റെ ഖബറിന്റെ 4 ഭാഗങ്ങളിൽ തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലമാൻ അല്ലമാൻ യാ റസൂലല്ലാഹ്, എനിക്കൊരു സഹായം ലഭിക്കുമോ ഹബീബേ? ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരനോട് ചോദിക്കുകയാണ്, യാ ശാബ് മൻ ലിമസ്തഹഖൈത ഹാദൽ അദാബ്, ഈ ശിക്ഷ നിനക്ക് ലഭിക്കാനുള്ള കാരണം എന്ത് എന്ന് ആ ആത്മാവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആ ഖബറിൽ കിടന്ന ആത്മാവ് പ്രതികരിക്കുകയാ, ബിദുആഇ വാലിദതി അലയ്യ, എന്റെ ഉമ്മ എനിക്കെതിരെ ചെയ്ത ദുആയാണ് പ്രവാചകരെ, എന്റെ ഉമ്മാന്റെ ദുആയാണ് നബിയേ. ഞാൻ ഈ ഖബറിടത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ കാരണം എന്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ് റസൂലേ. അല്ലമാൻ അല്ലമാൻ യാ റസൂലല്ലാഹ്, ഒന്ന് സഹായിക്കുമോ സഹായിക്കുമോ ഹബീബേ? മഹാനായ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഏ അബൂദർ, ജനങ്ങളോട് ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, ജനങ്ങളോട് വിളിച്ചു പറയണേ, ആരെങ്കിലും ഈ മദീന പള്ളിയുടെ ഉമ്മറപ്പടയിൽ ഈ പരിസരത്ത് ജീവിക്കുന്നവരിൽ അവരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ ഖബർസ്ഥാനിലേക്ക് വരാൻ കൽപ്പിക്കണേ. മഹാനായ പ്രവാചകൻ ഇതാ അബൂദറിനോട് പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു മദീനയിൽ ആഗമനം വിളംബരം നടത്തി. ഓരോരുത്തരും അവരവരുടെ ഖബർസ്ഥാനിൽ വന്ന് നിൽക്കുകയാണ്. അവസാനമായി ഏതൊരു ഖബറിൽ നിന്നാണോ അശരീരി കേട്ടത്, ആ ഖബറിടത്തിൽ ആരെയും കാണാതെ അല്ലാഹുവിന്റെ റസൂൽ തനിച്ചു നിൽക്കുമ്പോ ഒരു വൃദ്ധയായ മാതാവ്, ഒരു വൃദ്ധയായ ഉമ്മ ഒരു വടിയിൽ കുത്തിപ്പിടിച്ച് വേച്ച് നടന്ന് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്ന അതേ ഖബറിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ആരാണ് മൻ ഹുവ മിൻകി, മൻ സാഹിബുൽ ഖബറി മൻ ഹുവ മിൻകി, ഈ ഖബറിൽ കിടക്കുന്നത് നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചപ്പോ ഖാലത, മാതാവ് പറയുകയാ, ഖുർറത്തു ഐനി വ വലദി യാ റസൂലല്ലാഹ്, എന്റെ കണ്ണിന്റെ കുളിർമയാണ്, എന്റെ കരളിന്റെ കഷണമാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ എന്റെ പൊന്നുമോനാണ് ഹബീബേ. മക്കളും മാതാപിതാക്കളും, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ്, മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമായ വിഷയമാണ് മക്കളും മാതാപിതാക്കളും. കാരണം മക്കൾ നമ്മുടെ പൂക്കളാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഗുണം ചെയ്യേണ്ടവരാണ് മക്കൾ. ദുനിയാവില് മാത്രമല്ല ആഖിറത്തില് മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് ഗുണം ചെയ്യേണ്ടവരാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് മക്കളെ നന്നായിരിക്കണം. മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. അവർ വലിയ അനുഗ്രഹമാണ്, അവർ കൺകുളിർമയാണ്, ദുനിയാവിന്റെ അലങ്കാരികമാണ്, ചേതോഹാരിതമാണ്, മനോഹാരിതമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുത്തെ സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും പശ്ചാത്തപിച്ചു മടങ്ങുവിൻ, എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല സന്താനങ്ങളെ നൽകും. അള്ളാഹു പറഞ്ഞ വാക്കതാണ്, നല്ല സന്താനം. ഒരു സമുദായത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാലും അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം സന്താനമാണ്. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ, ഇസ്തിഗ്ഫാർ ചെയ്യണേ, പാപമോചനം തേടണേ, എങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹം ശുദ്ധമായ മഴ നൽകുമത്രേ. വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, കിണർ വറ്റിക്കൊണ്ടിരിക്കുന്നു, തടാകങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുകയാ, ആറുകളും തോടുകളും എല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു, ജലസംഭരണികളെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന കാലഘട്ടമാണ്. ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും അവർ യുദ്ധം ചെയ്യുക എന്ന് ലോകത്തിന്റെ മൊത്ത് വിളിച്ചു പറഞ്ഞുവെങ്കിൽ അതിന്റെ അടയാളങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് വെള്ളം വേണം
വേണമോ നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങണമേ. അതേ വാക്ക് തന്നെയല്ലയോ 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്തഗ്ഫിറൂ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. തീർച്ചയായും പാവങ്ങൾ ഏറ്റെടുക്കുന്ന പടച്ച തമ്പുരാൻ നിങ്ങളുടെ പാവങ്ങളെ അവൻ മാപ്പ് ചെയ്യാമെന്ന് ഏറ്റിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ തൗബ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സമ്മാനം എന്താ? യുർസിലു സമാ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് മാന്യമായ മഴ നൽകുമത്രേ. തീർന്നില്ല, അല്ലാഹു വീണ്ടും പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വയുംദിദുകും ബിഅംവാലി വബനീൻ, സമ്പത്തും അല്ലാഹു സന്താനങ്ങളെയും നിങ്ങൾക്ക് നൽകാമെന്ന് പടച്ചവൻ പറഞ്ഞത് പരിശുദ്ധമായ പ്രവാചകന്റെ നാവിലൂടെ പറയുകയാ. ഇസ്തഗ്ഫിറൂ, പശ്ചാത്തപിക്കണേ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമേ. ഇസ്തിഗ്ഫാർ ചെയ്യണം, പാപമോചനം തേടണം. അല്ലാഹു അപ്പോൾ നൽകുന്ന ഗുണമാണ് മക്കളെ തരും, സമ്പത്ത് നൽകും. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം എന്താ? സമ്പത്തും നമ്മുടെ മക്കളാണ്. വയുംദിദുകും ബിഅംവാൽ വബനീൻ, ബനീൻ മക്കൾ. മക്കളെ അല്ലാഹു തആല നമുക്ക് നൽകും. മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എല്ലാ നിലയ്ക്കുമുള്ള ഒരു അനുഗ്രഹമാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് സന്താനങ്ങൾ കൺകുളിർമയാണ്. കൺകുളിർമയാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളെ കാണുമ്പോൾ രസമാണ്. സന്താനം കൺകുളിർമയാണ്. നമ്മുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ല. ഗൾഫിലൊക്കെ പോയാൽ അവിടെ മക്കളെ കാണണം. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, കിടാക്കളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കൺകുളിർമയാണ്. ഭാര്യയുമായിട്ട് ചൊടിച്ചാല്, നമ്മൾ ഭാര്യയായിട്ട് ചൊടിച്ചിട്ട് പോയാൽ, ഗൾഫിൽ പോയാൽ ഭാര്യ കുട്ടികളെ കൊണ്ട് വിളിപ്പിക്കും, ഫോൺ ഉപ്പാക്ക്. അങ്ങനെയാണല്ലോ കുട്ടികള്. അപ്പൊ നമുക്ക് ആ കുട്ടികളുടെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചു പെട്ടെന്ന് വരും. അപ്പൊ ആ കുട്ടികൾ, സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്ക് തന്നെയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവിനോട് ദിനം പ്രതി ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ്. മാതാപിതാക്കളെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരാ, ഈ ദുആ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ നമസ്കാര ശേഷം നിങ്ങൾ ഇത് ഏറ്റെടുക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർ, പടച്ചവനെ ഞങ്ങളുടെ തരുണികൾ, അല്ലാഹുവേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ സന്താനങ്ങളെ കൺകുളിർമയുള്ളവരാക്കണമേ നാഥാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ലോകത്തിന് മുഴുവനും നാണക്കേട് വരുത്തുന്ന, അപമാനമുണ്ടാക്കുന്ന ഗുണം കെട്ട മക്കളെ നൽകരുത് പടച്ചവനെ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന, നേതൃവരിയിൽ നിൽക്കുന്ന, നേതൃനിരയിൽ നിൽക്കുന്ന, മഹിതമായ മാതൃകകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കൺകുളിർമയായ ഉത്തമരായ മക്കളെ ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ലാഹ്. ഹിബത്താണ്, സമ്മാനാണ് മക്കൾ. അങ്ങനെ നമ്മൾ ദുആ ചെയ്യണം. MBA പഠിച്ചവനെ താ അല്ലാഹ്, MTech പഠിച്ചവനെ താ അല്ലാഹ്, MSc പഠിച്ചവനെ താ അല്ലാഹ്, MBBS പഠിച്ചവനെ താ അല്ലാഹ്. അങ്ങനല്ല, MBBS പഠിച്ച ഹോസ്പിറ്റലായിരിക്കും, ഉപ്പ വീട്ടിലായിരിക്കും, പുരയിൽ വെള്ളം കൊടുക്കാരുമില്ല, ചായ കൊടുക്കാൻ ആരുമില്ല, എണ്ണ ഇട്ട് കൊടുക്കാറില്ല, കുഴമ്പിട്ട് കൊടുക്കാരുമില്ല. MBA പഠിച്ചവൻ എപ്പോഴും ദുബായിൽ ഹോട്ടലിൽ, അവൻ എപ്പോഴും ബിസിനസ്സിലായിരിക്കും. ഉമ്മയും ഉപ്പയും മാത്രം ഒറ്റയ്ക്ക് പുരയില്, ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. MTech പഠിച്ചവൻ അവൻ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ സൈറ്റിലായിരിക്കും. ഓരോ സ്ഥലത്തും അങ്ങനെയായിരിക്കും. മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ആരുമില്ല. മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്. പണമുണ്ട്, സമ്പത്തുണ്ട്, എന്ത് ഫായിദ?
ഉപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ്, ഒരു പുരയിലാണ്. വയസ്സനായ പിതാവും വയസ്സിയായ മാതാവും അവർ ഒറ്റപ്പെട്ട് തന്റെ പുരയിൽ കഴിഞ്ഞുകൂടുമ്പോ സുഖലോലുപതയുടെ മടിത്തട്ടിൽ മക്കളെ നിങ്ങൾ വിരാജിക്കുകയല്ലേ. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കൾ നമ്മുടെ പൂക്കളാണ്, സന്താനങ്ങളാണ്. അത് നമ്മുടെ കൺകുളിർമയാണ്. അത് കൺകുളിർമയാകണമോ നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളെ കൺകുളിർമയുള്ളവരാക്കണമേ നാഥാ. ഞങ്ങൾക്ക് ഗുണമുള്ള മക്കളാക്കണമേ അല്ലാ. നീ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട മക്കളെ നൽകണേ അല്ലാ. മക്കൾ എന്ന് പറയുന്നത് ഖുർറത്തു ഐൻ. മക്കൾ എന്ന് പറഞ്ഞാൽ ഖുർറത്തു ഐൻ, കൺകുളിർമയുള്ളവരാണ് നല്ല മക്കൾ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ? എങ്ങനെയാണ് ദുആ ചെയ്തത്? ആൺകുട്ടിയെ താ പടച്ചവനെ, പെൺകുട്ടിയെ താ പടച്ചവനെ എന്നല്ല. ആണിനെയോ പെണ്ണിനെയോ നമ്മുടെ ചർച്ചയില്ല. എങ്ങനെയാണ് സക്കരിയ നബി ദുആ ചെയ്തത്? വർഷങ്ങളോളം അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. ഫഹബിലി മിൻ ലദുൻക വലിയാ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റളിയാ വജ്അൽഹു റബ്ബി റളിയാ. മഹാനായ സക്കരിയ നബി അല്ലാഹുവിന്റെ ദർബാറിൽ കരങ്ങൾ ഉയർത്തി ഒരു കുഞ്ഞു കിടാവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, ഒരു പൈതലിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ നമുക്കൊരു പാഠമാകട്ടെ സമുദായമേ. മഹാനായ സക്കരിയ എന്ന് പറയുന്ന പ്രവാചകൻ അല്ലാഹുവിനോട് പൊട്ടിക്കരയുകയാണ്. ഫഹബിലി മിൻ ലദുൻക വലിയാ. അല്ലാഹുവേ, നിന്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു സംരക്ഷകനെ, എനിക്കൊരു സഹായിയെ നീ നൽകണേ നാഥാ. യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ്. എന്റെയും യാക്കൂബിന്റെയും കുടുംബ പാരമ്പര്യം നിലനിർത്തുവാൻ, നിന്റെ ഈ അസ്തിത്വത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു മകനെ നീ നൽകണേ അല്ലാ. ഒരു വാരിസിനെ, ഒരു അനന്തരഗാമിയെ നൽകണേ അല്ലാ. അവസാന മഹാനായ പ്രവാചകന്റെ ദുആ എന്താണ്? വജ്അൽഹു റബ്ബി റളിയാ. നീ പൊരുത്തപ്പെട്ട മകനെ നൽകണേ അല്ലാ. നീ തൃപ്തിപ്പെട്ട മകനെ നൽകണേ നാഥാ. ദുആ എന്താ ചെയ്ത ദുആ? നീ ഇഷ്ടപ്പെട്ട മകനെ താ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ട, നീ പൊരുത്തപ്പെട്ട മകൻ. വജ്അൽഹു റബ്ബി റളിയാ. നീ എനിക്ക് തരുന്ന കുട്ടിയെ നീ ആദ്യം തൃപ്തിപ്പെടണം, അതിനുശേഷം നീ എനിക്ക് തന്നാ മതി. മനസ്സിലായ പോയിന്റ്? അതാണ്. അല്ലാഹ് തൃപ്തിപ്പെടുന്ന കുട്ടിയെ നമുക്ക് കിട്ടിയാൽ ഉമ്മയെ നോക്കും, ഉപ്പയെ നോക്കും, കുടുംബത്തെയും നോക്കും, ഭാര്യ മക്കളെ നോക്കും, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് നോക്കുന്നവരാണ്. അല്ലാഹ് തൃപ്തിപ്പെടണം, അല്ലാഹ് തൃപ്തിപ്പെടണം. റിസായ ഖുദായ റിസായ മുഹമ്മദ്. അല്ലാഹുവിന്റെ തൃപ്തി മുഹമ്മദിന്റെ തൃപ്തിയിലാണ്, മുഹമ്മദിന്റെ തൃപ്തി അല്ലാഹുവിന്റെ തൃപ്തിയിലാണ്. ഈ രണ്ടുപേരുടെയും തൃപ്തി കരസ്ഥമാക്കുന്ന മക്കളെയാ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണമുള്ളതായി മാറുക. ഇവരാണ് നമുക്ക് വേണ്ടത്. ഇവരെ തൃപ്തിപ്പെടുന്ന മക്കളായിരിക്കണം. അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടണം. വജ്അൽഹു റബ്ബി റളിയ. അങ്ങനെ വേണം ദുആ ചെയ്യാൻ, അങ്ങനെ വേണം ദുആ ചെയ്യാൻ. അപ്പൊ അല്ലാഹ് എന്താ മറുപടി കൊടുത്തത്? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ. അല്ലാഹു പേരടക്കം ഇട്ടുകൊടുത്തു. പേരോടുകൂടി ഒരു കുട്ടി അല്ലാഹു തആല സമ്മാനിക്കുകയാണ്. സക്കരിയ, യഹ്യ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ നിനക്ക് ഞാൻ സമ്മാനിക്കുകയാണ്. യുഹ്യി എന്ന അള്ളാന്റെ പേരിൽ നിന്ന് അടർത്തിയെടുത്താണ് യഹ്യ. അള്ളാന്റെ പേരാണ് യുഹ്യി, ജീവിപ്പിക്കുന്നവൻ അവനാണ്. അതുകൊണ്ട് ആ പേരിൽ നിന്ന് അടർത്തിയെടുത്ത് യഹ്യ എന്ന ഒരു പൊന്നുമോനെ അല്ലാഹു തആല സക്കരിയ നബിക്ക് സമ്മാനിക്കുകയാണ്. എന്നിട്ട് യഹ്യ നബിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? യഹ്യ നബിയുടെ ഉപദേശം, യഹ്യ നബിയുടെ ഉപദേശം. ആ കുട്ടി വളർന്നു വലുതായി പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോ ഈ കുട്ടികൾക്ക് മാതാപിതാക്കൾ നൽകേണ്ട ഉപദേശം എന്താണ്? ആ ഉപദേശമാണ് അല്ലാഹു തആല യഹ്യ നബിക്ക് നൽകുന്നത്. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയാ വഹനാനം മിൻ ലദുന്ന
وزكى وكان تقيا. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാ, യഹ്യാ ഖുദിൽ കിതാബ ബിഖുവാ, ഈ പരിശുദ്ധമായ എൻ്റെ കലാമിനെ, ഗ്രന്ഥത്തെ നീ മുറുകെ പിടിക്കണമേ. അന്ന് അള്ളാഹ് ഇറക്കി കൊടുത്ത ഗ്രന്ഥം ഏതാണോ ആ ഗ്രന്ഥം അത് മുറുകെ പിടിക്കാനാണ് കുട്ടിയോട് അള്ളാഹു നൽകുന്ന ഉപദേശം. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ട ഉപദേശം അത് തന്നെയാണ്, ഖുർആനെ മുറുകെ പിടിക്കണം. എന്നാലേ ആ വഴിയിൽ ഖുർആനെ മുറുകെ പിടിച്ചെങ്കിലേ മാതാപിതാക്കളുടെ വഴികളിലൂടെ മക്കൾ സഞ്ചരിക്കൂ, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു പിതാവ് തന്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു കുട്ടിയും ഒരു വാപ്പയും കടന്നു വരുന്നു. എന്താ പരാതി പറയാനാണ് ഈ കുട്ടിയുടെ പരാതി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കുട്ടിയെ ഉമറിന്റെ അരികിലേക്ക് കൊണ്ടുപോയിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, ഏ അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഇബ്നി ഹാദാ യഉഖുനി, ഇതെന്റെ മകനാണ്, ഈ മകൻ എന്നെ വേദനിപ്പിക്കുകയാണ്. എന്റെ മകനാണ്, എന്റെ കിടായി, ഇവൻ എന്നെ വേദനിപ്പിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടു, എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. ഒരു പിതാവ് തന്റെ മകനെ കുറിച്ച് പരാതി പറയുന്നു അമീറുൽ മുഅ്മിനീനോട്. അമീറുൽ മുഅ്മിനീൻ തന്റെ മകനിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, യാ ഗുലാം അമാ തഖാഫുല്ലാഹ മിൻ ഉഖൂഖി വാലിദൈക്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടാത്തതെന്തേ? എന്തേ അല്ലാഹു ഭയപ്പെടാത്തത്? മാതാപിതാക്കളെ വേദനിപ്പിക്കാമോ, ബുദ്ധിമുട്ടിപ്പിക്കാമോ, പ്രയാസപ്പെടുത്താമോ, അവരെ ചൊടിപ്പിക്കാമോ, അവരെ തെറി പറയാമോ, അവരെ പരിഹസിക്കാമോ? പാടില്ല. ആ വിഷയത്തിൽ നീ എന്താ അല്ലാഹു ഭയപ്പെടാത്തത്? ومن حق والديه كذا وكذا ومن حق والديك كذا وكذا. നിന്റെ മാതാപിതാക്കളോടുള്ള കടമ ഇന്നതാണ് ഇന്നതാണ്, മാതാപിതാക്കളോടുള്ള കടമകൾ ഇന്നതാണ് ഇന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഉപ്പാനോടുള്ള കടമ ഇതാണ്, ഉമ്മയോടുള്ള കടമ ഇതാണ്. ഇനി മനസ്സിലാക്ക്, പഠിക്ക്, ചിന്തിക്ക്. പഠിപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം കേട്ടിരുന്നു ആ കുട്ടി. അവസാനം അമീറുൽ മുഅ്മിനീനോട് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ അമാ ലി ഇബ്നി ഹഖ്ഖുൻ അലാ വാലിദൈ, നിങ്ങൾ ഇത്രയും നേരം എന്നോട് പറഞ്ഞത് മാതാപിതാക്കളോടുള്ള കടമകളല്ലേ? മാതാപിതാക്കളോട് തന്റെ മക്കൾക്ക് വല്ല ബാധ്യതകളുമുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ മേൽ കടമയും കടപ്പാടുമുണ്ടോ മഹാനവർകളെ? ഉപ്പയെ അങ്ങനെ നോക്കണോ, ഉമ്മയെ അങ്ങനെ നോക്കണോ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഞാനത് സ്വീകരിച്ചു. ശരി ശരി. ഇനി ഞാനൊന്ന് ചോദിക്കുന്നു, ഉപ്പക്കും ഉമ്മക്കും മക്കളോട് വല്ല കടമയുണ്ടോ? അതെന്താ നിങ്ങൾ പറയാത്ത? നിങ്ങൾ ഉപ്പയെ കണ്ട എഴുന്നേക്കണം, ബഹുമാനിക്കണം, ഉപ്പയെ തെറി പറയരുത്, ചീത്ത വിളിക്കരുത്, പരിഹസിക്കരുത്, ഇതെല്ലാം ഞമ്മ സഹിച്ചു. എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നു, കുട്ടികളോട് ഉപ്പാക്കും ഉമ്മാക്ക് എന്താ കടമ? വലിയ പോയിന്റ്, വലിയ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. അത് കറക്റ്റാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ശരിയാണല്ലോ, അത് കറക്റ്റായ ചോദ്യമാണല്ലോ. ഉണ്ട് മക്കളെ, ഉണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയും ബാധ്യതയും ഹക്കും എന്താണ്? ഒന്ന്, അയ്യസ്തൻജിബ ഉമ്മഹു, തന്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നത് സൂക്ഷിച്ചാകട്ടെ. ഐലാ യതസവ്വജു ഇംറഅതൻ ദനിയാ, അടിസ്ഥാനമില്ലാത്ത, തറവാടിത്തമില്ലാത്ത, കുടുംബ മഹിമയില്ലാത്ത, സംസ്കാരമില്ലാത്ത ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ തിരഞ്ഞെടുക്കരുതേ. അത് ഓരോ പിതാക്കന്മാരുടെയും ബാധ്യതയാണ്. നമ്മൾ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഭാര്യ നല്ല ക്വാളിറ്റി ഉള്ളവളാണെങ്കിൽ നിന്റെ കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളതാവും. തഖയ്യറൂ ലിനുതഫികും ولا تلعوها إلا بالكفاء. യോജിച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണം നിന്റെ ഇന്ദ്രിയത്തുള്ളി വിസർജിപ്പിക്കാൻ, നിക്ഷേപിക്കാൻ. യോജിച്ച സ്ഥലത്തായിരിക്കണം നീ. അതായത് നിന്റെ ഭാര്യയെ നീ തെരഞ്ഞെടുക്കുമ്പോ നിന്റെ ഇന്ദ്രിയത്തുള്ളി ആ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാൻ അവൾ യോഗ്യതയുള്ളവളാണോ എന്ന് നീ പരിശോധിച്ചിട്ടേ കല്യാണം കഴിക്കാവൂ. റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്.
അത് നമുക്ക് യോജിക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ അത് നിക്ഷേപിക്കാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ നമ്മുടെ ഭാര്യമാരെ തെരഞ്ഞെടുക്കുമ്പോ ആ ഭാര്യ കുടുംബ പാരമ്പര്യമില്ലാത്തവളും സംസ്കാര ശൂന്യവുമാണെങ്കിൽ അവൾ പ്രസവിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവളുടെ കുടുംബ പരമ്പരയുമായി സാദൃശ്യമുള്ളവരായിരിക്കാം. നമ്മളിപ്പോ കാസർഗോട്ടുകാർ നല്ല കുടുംബത്തിലുള്ളവരാണ്. ഓൻ കർണാടകത്തിൽ മംഗലാപുരത്ത് പോയിട്ട് സ്കൂളിൽ പഠിച്ച് ആടുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ അവൻ തെരഞ്ഞെടുത്തു. മുസ്ലിം ഒന്നുമല്ല, ഇപ്പൊ അങ്ങനെ മതമൊന്നും നോക്കാറില്ല. ഇപ്പം എല്ലാം മൈത്രിയാണ്. മതമൈത്രി പോലെ ആരെ വേണമെങ്കിലും കെട്ടി ജീവിക്കാൻ ആ ഒരു കോലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓളെ ഏതെങ്കിലും അതർ കാസ്റ്റ് ആണെന്ന് കരുതിക്കോളി, ഏതെങ്കിലും മറ്റേ മതത്തിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു ഉപ്പ പറഞ്ഞാൽ അവളെ നമുക്ക് പറ്റൂല, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മളെ മുസ്ലിം കുടുംബത്തിൽ നിന്ന് കെട്ടണം. നീ അങ്ങനെ ഇല്ലല്ലോ ഉപ്പ, അവളെ നമുക്ക് മുസ്ലിം ആക്കാം ഉപ്പ, അങ്ങനെ ആക്കാം ഉപ്പ എല്ലാം നിർബന്ധിച്ച് കൊണ്ടുപോയി പൊന്നാനി കൊണ്ടുപോയിട്ട് ഷാഹത്ത് കലിമെല്ലാം ചൊല്ലിച്ച് കല്യാണം എല്ലാം കഴിപ്പിച്ച് റാഹത്തായി. നമ്മുടെ മക്കള് കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ റാഹത്തായി. പിന്നെ ഇനി അടുത്ത കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ എല്ലാം ഒരുമാതിരി കർണാടക മോഡലിലെ കുട്ടികൾ. ഇതിപ്പോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പരമ്പരയിലുള്ളതെല്ലാം നല്ല കാസർഗോട്ടുകാർ, നല്ല ചുള്ളന്മാര്, കണ്ടല്ല മൊഞ്ചുണ്ട്, എല്ലാവർക്കും കാണുമ്പോൾ നല്ല പിരിസം. ഇതെന്തെന്ന് പറഞ്ഞാൽ എല്ലാ കർണാടക എന്താ ഇങ്ങനൊക്കെ കോലത്തിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ ഭാര്യങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ച് തെരഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ അവളുടെ കുടുംബത്തിലുള്ള കോന്തന്മാരെ പോലുള്ള മക്കളെ കിട്ടുള്ളൂ, ആ സൈസുകളെ കിട്ടുള്ളൂ. അത് നമ്മുടെ കുടുംബത്തിന് യോജിക്കൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയത്തുള്ളി കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സ്ഥലം നിങ്ങൾ സൂക്ഷിക്കണം. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. ഒപ്പയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ചുള്ളന്മാർ എങ്ങനെ കൂടെ പോയിട്ട് എങ്ങനെയെല്ലാം ആരെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ലവ് ചെയ്ത് കൊണ്ടുവന്ന്. ഇപ്പൊ ഏറ്റവും വലിയ ഫെബ്രുവരി 14 വാലന്റിയൻ ഡേ, ബിഗ് ഡേ എന്നാ. അപ്പൊ റോസ് ഡേ മുതൽ തുടങ്ങി ബിഗ് ഡേയിൽ അവസാനിക്കും. അത് റോസാപ്പൂ കൊടുത്തിട്ട് ബിഗ് ഡേയിൽ എല്ലാം പൂർത്തിയാവും. നിക്കാഹ് സീഗ ഒന്നും ചൊല്ലാതെ നിക്കാഹ് നടത്തും. ഹനഫി മതം അനുസരിച്ച് നിക്കാഹിന് മഅനാഹുൽ ജിമാ എന്നാണ്. ജിമാ എല്ലാം തീർന്നോടെ ബിഗ് ഡേ ഏറ്റവും വലിയ ദിവസമായി തീർന്നു എന്നാണ്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ യുവാക്കളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. എന്തായാലും നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്, നിന്റെ മക്കളെ നീ പരിഗണിക്കുന്നുണ്ടെങ്കിൽ നീ തെരഞ്ഞെടുക്കുന്ന പെണ്ണിനെ നീ സൂക്ഷിക്കണം. പെണ്ണെടുക്കുന്നുണ്ടെന്നെ സൂക്ഷിക്കണം. ആ പെണ്ണിന്റെ കുടുംബത്തിലുള്ള സഹോദരി സഹോദരങ്ങളെ പോലെ ആയിരിക്കും നിന്റെ മക്കൾ പ്രസവിച്ച് വീഴുക. അത് സൂക്ഷിക്കണേ. അതുകൊണ്ട് നല്ല കുടുംബത്തിലെ പെണ്ണിനെ തെരഞ്ഞെടുക്കണേ. നബിയുനാ റസൂലുള്ളാഹി മക്കളോട് ഉമർ റളിയല്ലാഹു തആല ഉപദേശിച്ചു കൊടുക്കാണ്, തന്റെ പിതാക്കളോടുള്ള കടമയാണ് നല്ല ഉമ്മമാരെ തെരഞ്ഞെടുക്കുക, നല്ല ഉമ്മമാരെ തെരഞ്ഞെടുക്കുക. രണ്ടാമത് മഹാനായ ഉമർ റളിയല്ലാഹു തആല ആ കുട്ടിയോട് പറയുകയാ, വയുഹ്സിന ഇസ്മഹു, ആ കുട്ടിക്ക് നിങ്ങൾ നല്ല പേര് നൽകണമേ. മാതാപിതാക്കളുടെ കടമയാണ് നമ്മുടെ മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേര്, അസലുള്ള പേര്, ഇസ്ലാമിയത്തിന്റെ പേര്, ആ പേരിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ അസലില്ലാതെ പോകും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു എന്ന് അറിഞ്ഞാൽ നമ്മളൊരു ദുആ ഇറക്കണ്ടേ? ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണ്ടേ? ഇത് പേരെന്താ നമുക്ക് മനസ്സിലാവില്ലല്ലോ. മുസ്ലിമാണ്, പക്ഷെ പേര് നമുക്ക് എന്തെന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് നല്ല പേരിടട്ടെ. മൂന്നാമത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വയുഅല്ലിമഹു ഫിൽ കിതാബി ആയതൻ വാഹിദാ, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലൂടെ നമ്മളെ മക്കളെ കൊണ്ടുവരണമേ. ഇത് ഓരോ മാതാപിതാക്കളുടെയും ബാധ്യതയാണെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഇത് മൂന്ന് കടമ. ഇത് കേട്ടിരുന്നിട്ട് ഈ കുട്ടി മറുപടി പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, ഹേ അമീറുൽ മുഅ്മിനീനെ, എങ്കിൽ ഞാൻ മറുപടി പറയട്ടെയോ? പറഞ്ഞല്ല, ഞാൻ കേട്ടു, ഞാൻ മറുപടി പറയട്ടെ. എന്താ മറുപടി? മസ്തൻജബാബി, ഒന്നാമതായി ഞാൻ മറുപടി പറയുകയാ, എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്ത വിഷയത്തിൽ ഉപ്പാക്ക് വീഴ്ച പറ്റിപ്പോയി. എന്റെ ഉമ്മ ഇല്ലാ സിന്ധിയ ഇഷ്തറാഹാ ബി400 ദറാഹിം. സിന്ധിയ വംശത്തിൽപ്പെട്ട തരം താഴ്ന്ന പുറമ്പോക്കല് കഴിഞ്ഞ തറവാടിത്തമില്ലാത്ത പെണ്ണാണ് എന്റെ ഉമ്മ. ആ ഉമ്മയെ 400 ദിർഹമിന് എന്റെ ഉപ്പ വിലക്ക് വാങ്ങിയതാ. മഹാനായ ഉമറുൽ ഫാറൂഖിനോട് ഈ കുട്ടി അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. ഒന്ന്, എന്റെ വാപ്പാക്ക് പിഴച്ച സ്ഥലം.
ഇനി നമ്മുടെ ഇപ്പൊ ഈ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങന്മാരുടെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടി പറയും, എൻ്റെ ഉപ്പ കോളേജിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണ് എൻ്റെ ഉമ്മയെ, അതുകൊണ്ട് അസലും തറവാടിത്തൊന്നുമില്ല എന്ന് പറയും. എൻ്റെ ഉമ്മ അതർ കാസ്റ്റിലായിരുന്നു, കൊണ്ടുവന്ന് ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലിച്ചതാണ്. അതിപ്പോൾ എത്രത്തോളമൊക്കെ റാഹത്താവും എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. അപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. നമ്മുടെ കുട്ടികൾ ഒളിച്ചോടിയിട്ട് പോയിട്ട് ശാരീരികമായി ബന്ധപ്പെടും. നുത്തുഫ ഇന്ദ്രിയത്തുള്ളി അകത്തായി കുട്ടിയായി, പിന്നെ 2 മാസം 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് സവ്വജത്തുക്ക വൻക ഹത്തുക്ക എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. അങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹലാലായ എന്നാണ്. പിന്നീടുള്ള ജിമാ ഹലാൽ. പക്ഷേ ഈ നിക്കാഹിന് മുമ്പുള്ള ജിമായോ കുട്ടിയായിപ്പോയി, അതിനകത്ത് അല്ലേ, കുട്ടികളായിപ്പോയി. അതിനെന്ത് ചെയ്യും? ഒരു പരിഹാരം ചിന്തിക്കുന്നില്ല ആരും. നമ്മൾ പോയിട്ട് ഉപ്പ കൊണ്ടുപോയി കൂട്ടിയിട്ട് വന്ന് 2 പേരും കൂട്ടിയിട്ട് വന്ന് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തു. 1 മാസം മുമ്പ് അവർ രഹസ്യമായ ഓരോരോ സ്ഥലങ്ങളിൽ താമസിക്കുന്നു, മക്കളുമായി. ആ കുട്ടിയുടെ പേരാണ് ഹറാം കുട്ടി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ കുട്ടിയുടെ പേരാണ് ഹറാം കുട്ടി. ഹറാം കുട്ടി എന്ന് പറയാൻ അർത്ഥം തന്നെയല്ലേ, ഹലാലല്ലല്ലോ. അതുകൊണ്ട് ഒളിച്ചോടുമ്പോൾ സൂക്ഷിച്ചോ. ഉമ്മയെ ഉപ്പയെ വഞ്ചിച്ചിട്ട് ഒളിച്ചോടുന്നവർ സൂക്ഷിച്ചോ. രഹസ്യമായിട്ട് പോയി രഹസ്യത്താവളങ്ങളിൽ പോയി നിക്കാഹ് കഴിച്ചിട്ട് രജിസ്റ്റർ മാരേജ് കഴിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനുസരിച്ച് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്കുണ്ടാകുന്ന സന്താനം ഭാവിയിൽ നിങ്ങൾക്കെതിരായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ. അതിനുള്ള ഉപദേശമായത്, ഇത് വെറുതെ ഒന്നുമല്ല. അയ്യുമാ ഇംറഅത്തിൻ നകഹത നഫ്സഹാ ബിഗൈരി ഇദ്നി വലിഹാ ഫനികാഹുഹാ ബാതിലുൻ ഫനികാഹുഹാ ബാതിലുൻ ഫനികാഹുഹാ ബാതിൽ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ രക്ഷകർത്താക്കളുടെ വലിയന്റെ അനുവാദമില്ലാതെ സ്വമേധയാ അവൾ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അവളുടെ വിവാഹം അസാധുവാണ്, അവളുടെ വിവാഹം അസാധുവാണ്, അവളുടെ വിവാഹം അസാധുവാണ്. 3 പ്രാവശ്യം നബിയുനാ റസൂലുള്ളാഹി റസൂൽ പറഞ്ഞ മക്കളാണ് 3 പ്രാവശ്യം. ഒളിച്ചോടിപ്പാ നിൽക്കണ്ട. നമ്മുടെ പെങ്ങന്മാരോട് നമ്മുടെ സഹോദരിമാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമുക്കുണ്ടാകുന്ന മക്കൾ ഭാവിയിൽ നമുക്കെതിരായിരിക്കും തീർച്ചയാണ്. ഈ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞതുപോലെ. അതുകൊണ്ട് നല്ല കുട്ടിയെ നമ്മൾ വാർത്തെടുക്കണമെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് സാലിഹത്തായ പെണ്ണിനെ തെരഞ്ഞെടുക്കണം. അതാണ് വേണ്ടത്. അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സാലിഹാ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ദുനിയാവ് എല്ലാം വിഭവമാണ്. നമുക്ക് നോക്കുമ്പോൾ ചന്തമുള്ള പെണ്ണിനെ കാണുമ്പോ ഇത് നമുക്ക് പറ്റിയ പെണ്ണാണ്, യോജിച്ചവളാണ്, സുന്ദരിയാണ്, സുശീലയാണ്. പക്ഷേ കാണുമ്പോൾ നിനക്ക് സൗന്ദര്യമുളവാക്കും അവളുടെ കണ്ണിമകളിലൂടെ നീ വീണുപോയവനാണ്. അതുകൊണ്ട് നിനക്ക് നിന്റെ ഭാര്യയാക്കി അംഗീകരിക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കും. പക്ഷേ ഓർക്കണേ സഹോദരാ, ദാമ്പത്യ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുമ്പോ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി നിനക്ക് അനുവദനീയമായ ഹലാലായ സാലിഹായ കൺകുളിർമയുള്ള മക്കളായി വരുമോ അത് നീ അല്പം ആലോചിച്ചു വേണമേ നീ നിക്കാഹ് കഴിക്കാൻ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖൈറു മതാഇഹാ അൽ മർഅതു സാലിഹാ. ദുനിയാവിലെ വിഭവങ്ങളിൽ ശ്രേഷ്ഠയായ വിഭവം സാലിഹത്തായ പെണ്ണാണ്. من رزقه الله امرأة صالحة فقد أعانه على شطر دينه أو كما قال رسول الله. ആർക്കെങ്കിലും ഒരു സാലിഹത്തായ പെണ്ണിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിച്ചുവെങ്കിൽ അല്ലാഹു ദീനിന്റെ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും അവളെ കൊണ്ട് അല്ലാഹു അവനെ സഹായിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ദീനില്ലാത്ത, സംസ്കാരമില്ലാത്ത, പരിശുദ്ധവതികളല്ലാത്ത, പതിവ്രതകളല്ലാത്ത, തറവാടിത്തമില്ലാത്ത കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തെരഞ്ഞെടുക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അങ്ങനെ തെരഞ്ഞെടുത്തു പോയാൽ നിങ്ങളുടെ സന്താനം നിങ്ങൾക്ക് എതിരാകും, സംശയമില്ല. അതിന്റെ തെളിവാണ് മഹാനായ യഹ്യാ നബിയോട് അല്ലാഹുവിന്റെ കൽപ്പന, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയാ. യഹ്യേ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ നീ മുറുകെ പിടിക്കണേ, അല്ലാഹുവിന്റെ വഴികളെ സ്വീകരിക്കണേ, അല്ലാഹുവിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊള്ളണമേ. നമ്മുടെ മക്കൾക്ക് എത്ര സൂറത്ത് കാണാതറിയാം.
നമ്മുടെ മക്കൾക്കെന്ന് മാതാപിതാക്കളുടെ മഹത്വത്തെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചത് എത്ര ആയത്തറിയാം? മാതാപിതാക്കളോടുള്ള കടമകൾ എത്ര പ്രാവശ്യം നമ്മുടെ മക്കൾക്കറിയാം? ചിന്തിക്കേ. ഖുർആൻ പഠിപ്പിക്കേണ്ട ബാധ്യത ആരുടെ ബാധ്യതയാണ്? വാപ്പാന്റെ ബാധ്യതയാണ്, ഉമ്മാന്റെ ബാധ്യതയാണ്. കുട്ടികൾക്കറിയില്ല. കുട്ടികളെ നാളെ അള്ളാന്റെ കോടതിയിൽ പോയിട്ട് പറയും, പഠിച്ചു എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അല്ലാ, എന്റെ ഉപ്പ പഠിപ്പിച്ചത് എന്നെ എന്തൊക്കെ പഠിപ്പിച്ചു, MBA പഠിപ്പിച്ചു, MBBS പഠിപ്പിച്ചു, പക്ഷെ ഖുർആൻ എന്തെന്ന് എനിക്ക് അറിയേയില്ല, പരിചയമില്ല. ചെറുപ്പത്തിൽ കണ്ട ബാല്യത്തിൽ ഞങ്ങൾ നമ്മുടെ മദ്രസയിൽ പോയി ഒത്തുപള്ളിയിൽ പഠിച്ചല്ലാതെ പിന്നീട് നമുക്ക് ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മക്കള് പിഴയ്ക്കാൻ കാരണം മാതാപിതാക്കൾ മാറുന്നില്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ ഉപ്പയും ഉമ്മയും കൊണ്ട് പിടിച്ചു നിർത്തും. സംശയമൊന്നുമില്ല, യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കും. അതിലൂടെ ഉണ്ടെല്ലാം. وَوَصَّيْنَا الْإِنسَانَ بِوَالِدَيْهِ إِحْسَانًا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. ആരാണ് ഉമ്മ? ഉമ്മാന്റെ മഹത്വം എന്താണ് മക്കളെ? ഇന്ന് ഉമ്മാനെ തെറി പറയുന്നവരെത്ര പേരില്ലേ? ഉമ്മയെ ഒറ്റക്കാക്കിയിട്ട് ഭാര്യയോടൊപ്പം 6000 ചതുരശ്ര വിസ്തീർണമുള്ള അമ്പരച്ചുംബികളായ കൊട്ടാരത്തിൽ അധിവസിക്കുന്ന മക്കളെ, നിന്റെ ഉമ്മ കിടക്കുന്നത് കാലികളുടെ തൊഴുത്തിലല്ലയോ? നിന്റെ ഉമ്മ കിടക്കുന്നത് ചെറിയ കുടിലല്ലയോ? നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മ ഹമലത്തു ഉമ്മുഹു ഖുർഹാ, 10 മാസക്കാലത്തോളം ആ ഗർഭത്തിന്റെ ഉള്ളിൽ ആ ഉദര ഗഹ്വരത്തിൽ നിന്നെ പേര് നടന്ന നിന്റെ ഉമ്മ ഇരുന്നാലും അല്ലാ, കിടന്നാലും അല്ലാ, ഭക്ഷണം കഴിച്ചാലും ബാത്റൂമിൽ പോയാലും എന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന എന്റെ പൊന്നുമോൻ, എന്റെ കൺകുളിർമയായ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ലാ എന്ന് ഓരോ സമയവും നെടുവേർപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് സംരക്ഷണത്തോടെ വളരെ വളരെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കുന്ന ഉമ്മ, ആ ഉമ്മയെ കുറിച്ച് ഖുർആൻ പറയുകയാ, വവളഅതുഹു ഖുർഹാ, വളരെ വേദന സഹിച്ചാണ് നിന്നെ പ്രസവിച്ചത്. ഉമ്മ അല്ലാഹു പറയുന്ന വാക്കാണ്. ഉമ്മ വളരെ വേദനയോടുകൂടിയാണ് ഗർഭം ധരിച്ചത്, വളരെ വേദനയോടുകൂടിയാണ് നിന്നെ പ്രസവിച്ചത്. വളരെ വിഷമത്തോടെയാണ്, വളരെ പ്രയാസത്തോടെയാണ്. والوالدات يرضعن أولادهن حولين كاملين. 2 വർഷക്കാലത്തോളം ഉപ്പ സുഖനിദ്രയിൽ ആണ്ട് കിടക്കുമ്പോ ഈ മാതാവിന് ഉറക്കമില്ലാതെ ഈ കുഞ്ഞുമക്കൾക്ക് മുല കൊടുക്കുകയല്ലേ? ഉപ്പ അറിയുന്നുണ്ടോ? ഉപ്പ ഇപ്പുറത്ത് തിരിഞ്ഞ് AC ഇട്ട് നല്ല കമ്പിളിയൊക്കെ പോച്ച് നല്ല കിടന്ന് ഉറക്കാണ്. ഉമ്മ ഈ നിപ്പിളെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കുഞ്ഞിനെ തട്ടി ഉറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ചുറങ്ങും, 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഉണരും, പിന്നെ എടുത്ത് നിപ്പിളെടുത്ത് വെച്ചെടുക്കും, വീണ്ടും തട്ടി ഉറക്കാണ്. രാത്രി ഉറക്കമില്ല ഉമ്മക്ക്. എത്ര വർഷം? 2 വർഷം. 2 വർഷം ഉമ്മക്ക് ഉറക്കമില്ല. ഈ ഉമ്മയാണ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കുക, ഇങ്ങനെ പേറി നടക്കുകയാണ് ഈ കുട്ടിയെ കൊണ്ട്. വളരെ വിഷമത്തോടെ, വളരെ പ്രയാസത്തോടെ. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഉമ്മയുടെ മഹത്വമാണ് ഏറ്റവും കൂടുതൽ ഉമ്മയുടെ മഹത്വം. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഞാൻ ഏറ്റവും കൂടുതൽ സഹവാസം ആരോടാകട്ടെ ഹബീബേ? മാതാപിതാക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സഹവാസം ആരോടായിരിക്കണം? ഉമ്മുക, നിന്റെ ഉമ്മ. സുമ്മ അയ്യുൻ, പിന്നീട് ആരോടാണ്? ഖാല ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ അയ്യുൻ, മൂന്നാമതും ചോദിക്കുന്നു. ഖാല ഉമ്മുക, നിന്റെ ഉമ്മ. 3 പ്രാവശ്യം. 4ാമത്തെ പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അബൂക, നിന്റെ വാപ്പ. 3 പ്രാവശ്യം ഉമ്മ ഉമ്മ ഉമ്മ. 4ാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത് വാപ്പ. വളരെ വേദനയും വളരെ വിഷമവും പ്രയാസവും അനുഭവിക്കുന്നത് ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മയെ വെറുപ്പിക്കരുത്, ഉമ്മയെ ബുദ്ധിമുട്ടിക്കരുത്, ഉമ്മയെ പ്രയാസപ്പെടുത്തരുത്. ഉമ്മയുടെ കണ്ണുനീര് നീ സൂക്ഷിക്കണം. ഉമ്മയുടെ കണ്ണുനീര് നീ സൂക്ഷിക്കണം. ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഇതേപോലെ ഒരു ഖബറിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ഖബറിന്റെ അരികിൽ ഇതേപോലെ നമ്മളൊക്കെ മയ്യത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഓർത്തോ, ഇതൊക്കെ ഒരു പാഠമാണ്. ഇതേപോലെ ഖബറിന്റെ അരികിൽ അല്ലാഹുവിന്റെ റസൂൽ പെട്ടെന്ന് വന്ന് നിൽക്കുന്നു. ആ ഖബറിൽ നിന്നൊരു അശരീരി കേൾക്കുന്നു.
യാ റസൂലല്ലാഹ് അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹതി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി അൽ അമാൻ യാ റസൂലല്ലാഹ്. ഖബറിന്റെ ഓരത്ത് നിന്ന് അള്ളാന്റെ റസൂല് കരയുകയാണത് കേട്ട മാത്രയിൽ വളരെ ദീർഘനേരം അള്ളാന്റെ റസൂല് പൊട്ടിക്കരയുകയാണ്. കാരണം എന്താണ്? ഖബറിൽ നിന്ന് അശരീരി കേൾക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കേൾക്കുകയാണ്. ആരോ ഒരു അശരീരിയോടെ വിലാപത്തോടെ വിളിച്ചു പറയുകയാ, അള്ളാന്റെ റസൂലേ എന്നെ ഒന്ന് സഹായിക്കുമോ ഹബീബേ? എന്റെ മുകൾ ഭാഗത്ത് തീയാണ്, എന്റെ ഖബറിന്റെ ഭാഗത്ത് തീയാണ്, എന്റെ ഖബറിന്റെ 4 ഭാഗങ്ങളിൽ തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലമാൻ അല്ലമാൻ യാ റസൂലല്ലാഹ്, എനിക്കൊരു സഹായം ലഭിക്കുമോ ഹബീബേ? ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരനോട് ചോദിക്കുകയാണ്, യാ ശാബ് മൻ ലിമസ്തഹഖൈത ഹാദൽ അദാബ്, ഈ ശിക്ഷ നിനക്ക് ലഭിക്കാനുള്ള കാരണം എന്ത് എന്ന് ആ ആത്മാവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആ ഖബറിൽ കിടന്ന ആത്മാവ് പ്രതികരിക്കുകയാ, ബിദുആഇ വാലിദതി അലയ്യ, എന്റെ ഉമ്മ എനിക്കെതിരെ ചെയ്ത ദുആയാണ് പ്രവാചകരെ, എന്റെ ഉമ്മാന്റെ ദുആയാണ് നബിയേ. ഞാൻ ഈ ഖബറിടത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ കാരണം എന്റെ മാതാവിന്റെ പ്രാർത്ഥനയാണ് റസൂലേ. അല്ലമാൻ അല്ലമാൻ യാ റസൂലല്ലാഹ്, ഒന്ന് സഹായിക്കുമോ ഹബീബേ? മഹാനായ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഏ അബൂദർ, ജനങ്ങളോട് ഇദ്ഹബ് ഫനാദി ഫിന്നാസ്, ജനങ്ങളോട് വിളിച്ചു പറയണേ, ആരെങ്കിലും ഈ മദീന പള്ളിയുടെ ഉമ്മറപ്പടയിൽ ഈ പരിസരത്ത് ജീവിക്കുന്നവരിൽ അവരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ ഖബർസ്ഥാനിലേക്ക് വരാൻ കൽപ്പിക്കണേ. മഹാനായ പ്രവാചകൻ ഇതാ അബൂദറിനോട് പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു മദീനയിൽ ആഗമനം വിളംബരം നടത്തി. ഓരോരുത്തരും അവരവരുടെ ഖബർസ്ഥാനിൽ വന്ന് നിൽക്കുകയാണ്. അവസാനമായി ഏതൊരു ഖബറിൽ നിന്നാണോ അശരീരി കേട്ടത്, ആ ഖബറിടത്തിൽ ആരെയും കാണാതെ അല്ലാഹുവിന്റെ റസൂൽ തനിച്ചു നിൽക്കുമ്പോ ഒരു വൃദ്ധയായ മാതാവ്, ഒരു വൃദ്ധയായ ഉമ്മ ഒരു വടിയിൽ കുത്തിപ്പിടിച്ച് വേച്ച് നടന്ന് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ നിൽക്കുന്ന അതേ ഖബറിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ആരാണ് മൻ ഹുവ മിൻകി, മൻ സാഹിബുൽ ഖബറി മൻ ഹുവ മിൻകി, ഈ ഖബറിൽ കിടക്കുന്നത് നിങ്ങളുടെ ആരാണെന്ന് ചോദിച്ചപ്പോ ഖാലത്ത്, മാതാവ് പറയുകയാ, ഖുർറത്തു ഐനി വ വലദി യാ റസൂലല്ലാഹ്, എന്റെ കണ്ണിന്റെ കുളിർമയാണ്, എന്റെ കരളിന്റെ കഷണമാണ്, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ എന്റെ പൊന്നുമോനാണ് ഹബീബേ. നിങ്ങളുടെ കുട്ടിയായത്? അതെ, നമ്മുടെ കുട്ടിയാണ് നബിയെ. പിന്നെന്താ, ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണല്ലോ. ഖബറിൽ ആ കുട്ടി വല്ലാണ്ട് ശിക്ഷിക്കപ്പെടുകയാണല്ലോ. എന്താ സംഭവിച്ചത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ആ മാതാവ് പറയുകയാ, നബിയെ, ഞാൻ അവനെതിരെ ദുആ ചെയ്തു പോയി ഹബീബേ. നല്ലപോലെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ വെറുതെ എങ്കിലും മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. മാതാപിതാക്കൾ തമാശയ്ക്ക് മക്കൾക്കെതിരെ ദുആ ഇറക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പ്രത്യേകം പറഞ്ഞ വാക്കാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സ്വഭാവമുണ്ട്, കുട്ടികളെ വിളിക്കും, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കും, കുട്ടികളെ വിളിച്ചിട്ട് വന്നില്ല എങ്കിൽ ഒടുക്കത്തെ കളി പണ്ടാരം, ഇനി ഇത് കളിക്കൂലടാ, പിന്നെ ഒരൊറ്റ പിരാക്കും, ഒരു ശാപ, ചുമ്മാ അങ്ങനെ പറയുന്നല്ല, കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, ഒരു വാക്കാണ്. ആ വാക്ക് വലിയ വാക്കായിരിക്കും. ആ സമയത്ത് അള്ളാഹുവിന്റെ ഇജാബത്തിന്റെ വാതിൽ തുറന്നു കിടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അവസാനത്തെ കളിയായിരിക്കും, പിന്നെ ആ കുട്ടി കളിക്കൂല എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് ഹർമയ്ത്. നബി നമ്മൾ പറഞ്ഞ വാക്കല്ലേ? ഒരു യുദ്ധത്തിൽ സഹാബാക്കൾ ഒട്ടകത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്യാൻ, വളരെ വേഗത്തിൽ എല്ലാ ഒട്ടകവും ആളുകളും ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഈ സഹാബിയും ആ ഒട്ടകത്തിന് മുകളിലുള്ളവരും ആ ഒട്ടകം ഇങ്ങനെ സ്പീഡ് കുറച്ച്, വേഗത കുറച്ച് മെല്ലെ മെല്ലെ പോകുന്നു. ഈ സഹാബി ആ ഒട്ടകത്തെ ശപിച്ചു. പണ്ടാരം പെട്ടെന്ന് പണ്ടാരം ശപിച്ചു ഒട്ടകത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ടു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുകയാണ്, ലാ തദഊ
على أولادكم ولا تدعوا على أنفسكم ولا تدعوا على أموالكم ولا تدعوا على خدمكم أو كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യരുതേ, ദുആ ചെയ്യരുതേ. നമ്മുടെ സ്വന്തം ശരീരത്തിനെതിരെ. ഇപ്പൊ ചില ആൾക്ക് ശരീരവേദന ഉണ്ടാവും, ഊരവേദന ഉണ്ടാവും, മുട്ടുകാല വേദന ഉണ്ടാവും. ഇങ്ങനെ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. നിങ്ങളുടെ വേദന, അടുക്കത്തെ വേദന, കാലെടുക്കാൻ വയ്യ, മുതലെടുക്കാൻ വയ്യ, എന്താ ഇത് സാപം മുസീബത്ത്. സ്വന്തം ശരീരത്തെയാണ്. പനി പിടിച്ചു, പനി മാറുന്നില്ല. എത്രയോ ദിവസങ്ങളായിട്ട് പനിയായിട്ട് കിടക്കുന്നു, പനി മാറുന്നില്ല. ഡോക്ടർ 2 മാസം എടുക്കും, 3 മാസം എടുക്കും. ഇച്ച ഒരു 3 മാസമായിട്ട് പനി പിടിച്ച് നടക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, ഒന്നും വെക്കാൻ പറ്റുന്നില്ല. എന്താ ഇച്ച ഭയങ്കര ചാല്. നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്, ശപിക്കരുത്. ശാപം അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച വാക്കാണ്, ഒരിക്കലും പറയാൻ പാടില്ല. വലാ തദഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തരുതേ, ആ സമ്പത്തിനെ നിങ്ങൾ ശപിക്കരുതേ. ഹബീബായ റസൂലുള്ളാഹി. പൈസ എടുക്കാൻ പറ്റുന്നില്ല, 2 ലക്ഷം 3 ലക്ഷം ബാങ്കിലുണ്ട്, എടുക്കാൻ പോലെ 2000 റുപ്യ എടുക്കാം, 2000 റുപ്യ എന്തിനപ്പ ഈ പൈസ നടക്കുന്നത്? പൈസയെ കുറ്റം പറയാണ്. പൈസയെ കുറ്റം പറയല്ലേ? നമ്മുടെ ശമ്പളം, നമ്മൾ ഉണ്ടാക്കിയ പൈസ, അല്ലാഹ് നമ്മക്കെന്ന റിസ്ക്, അതിനെതിരെ നമ്മൾ ശപിക്കുകയാണ്, കുറ്റം പറയാണ്. പണം ഉണ്ട്, ഫായതയില്ല, ഫായതയില്ല, ഫായതയില്ല. ഒരിക്കലും പറയാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഇത്. 2000 റുപ്യ എടുത്താൽ എന്തിനുണ്ട്? ഇപ്പൊ ഒന്ന് മാറ്റുന്ന 2 മീൻ വാങ്ങുമ്പോൾ 2000 റുപ്യ തരും. ഒരു ബർക്കത്തിൽ ഒരു കണക്ക് പറഞ്ഞാൽ 1000ന്റെ അത്രയും ബർക്കത്ത് പോയി 2000-ൽ കിട്ടുന്നില്ല. 1000 കൊടുത്താൽ പിന്നെ അതിൽ മിച്ചം 2000 കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകല്ലേ സംഭവം. ഒരു ബർക്കത്തില്ലാത്തത് പോലെയാണ്. എന്തായാലും നമ്മൾ അതിനെ കുറ്റം പറയും, അത് പാടില്ല. നിങ്ങളുടെ മൃഗങ്ങളെ നിങ്ങൾ കുറ്റം പറയരുതേ, നിങ്ങളുടെ വാഹനങ്ങളെ നിങ്ങൾ കുറ്റം പറയരുതേ. വാഹനങ്ങൾ നമ്മൾ ഓടിക്കുന്ന, നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം പെട്രോൾ ഇല്ലപ്പാ, പതിയിലായിട്ട് വണ്ടി പെട്രോൾ ഇല്ലാതെ വണ്ടി നിൽക്കുന്നു. അവൻ കിക്കറടിച്ച് അടിച്ച് 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 10 റുപ്യ 20 റുപ്യൊക്കെ പെട്രോൾ അടിക്കുക. പിന്നെ അങ്ങനെ വണ്ടി ഓടും. എന്നിട്ട് വണ്ടിയെ പിടിച്ച് ഇങ്ങനെ അടിക്കുക, വണ്ടി പിടിച്ച് ഇങ്ങനെ ഇടിക്കുക, വണ്ടി പിടിച്ച് കുലുക്കുക, പണ്ടാര അടക്കാൻ അവിടെ കിടക്കട്ടെ, പണ്ടാര 2-3 ചവിട്ട്, വണ്ടിക്ക് 2 കുത്ത്. എന്താ സംഭവം? വണ്ടി ശവിക്കുക. ഇത്രയും നേരം അവനെ അവിടുന്ന് ഇടം വരെ കൊണ്ടുവന്നു, അങ്ങനെ ബേക്കൽ തിന്ന് നെല്ലിക്കുന്ന് വരെ കൊണ്ടുവന്നു. തിരിച്ചു പോകാൻ പെട്രോൾ ഇല്ല, 10 റുപ്യക്കാ പെട്രോൾ അടിച്ചത്. എന്തോ വാല് കേൾക്കാൻ പറട്ടെ എന്ന് ഓർത്ത് ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടാണല്ലോ പെട്രോൾ ഇല്ല. അതുകൊണ്ട് വണ്ടിയെ ശപിച്ചിട്ട് കാര്യമില്ലല്ലോ. വണ്ടി ശപിച്ചിട്ട് എന്താ കാര്യം? ശപിക്കാൻ പാടില്ല. നബീന റസൂലുള്ളാഹി. അതേപോലെ നമ്മുടെ വിഷയം എന്താ? വലാ തദഉ അലാ ഔലാദികും, നിങ്ങളുടെ സന്താനങ്ങൾക്കെതിരെ നിങ്ങൾ ശാപപ്രാർത്ഥന നടത്തരുതേ, ദുആ ചെയ്യരുതേ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. സന്താനങ്ങൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. ഇതേപോലെ തമാശയ്ക്ക് പോലെ നമ്മൾ പറയരുത്. നീ ശരിയാവൂലടാ, നീ ഗുണം പിടിക്കൂലടാ, നീ ഇനി തിരിച്ചു വരൂലടാ, നീ ദുബായ്ക്ക് പോടാ, നീ ദുബായ്ക്ക് പോ, നീ ഇനി തിരിച്ചു വരൂലട്ടോ. ഒരു ഉമ്മാന്റെ ദുആ ഉണ്ടല്ലോ, പെട്ടെന്ന് അല്ലാഹ് അത് സ്വീകരിക്കും. ഉമ്മ അത്രയ്ക്കും വേദന സഹിച്ച് നമ്മളെ പ്രസവിച്ചത്. അതുകൊണ്ട് ഉമ്മാന്റെ ദുആ അല്ലാഹ് പെട്ടെന്ന് സ്വീകരിക്കും. നിങ്ങൾ അങ്ങനെ ദുആരിക്കരുത്. ഉമ്മ നിങ്ങൾ ഒരിക്കലും നിന്റെ മക്കൾക്ക് പുറത്തു കൊടുക്കണം. അങ്ങനെ ഉമ്മ എനിക്കെതിരെ ദുആ ചെയ്തതിന്റെ ഫലമാണ് ഈ ഖബറിലെ ശിക്ഷ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് സംഭവിച്ചത്? ആ വൃദ്ധയായ മാതാവ് പറയുകയാണ്, ദഖല അലയ്യ യൗമാ വഹുവ സക്റാൻ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അരികിലേക്ക് എന്റെ മകൻ കടന്നു വന്നത് അവൻ മദ്യപിച്ച് മദോന്മത്തനായ നിലയിലായിരുന്നു. ഫളറബനി, എന്നെ അവൻ ദ്രോഹിച്ചു, അടിച്ചു നബിയേ. ഫകസ്സറ യദി, എന്നെ അടിക്കുക മാത്രമല്ല എന്റെ കൈയവൻ അടിച്ചു ഓടിച്ചു. ഹബീബേ, വേദന സഹിക്കവയ്യാതെ, പ്രയാസം സഹിക്കവയ്യാതെ, മനോദുഃഖത്താൽ, വേദയാൽ, രോദനത്താൽ ഞാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞുപോയി, അല്ലാ ലാ റളിയല്ലാഹു അൻകാ, ലാ റളിയല്ലാഹു അൻകാ, അല്ലാഹു നിനക്ക് പൊരുത്തം തരാതിരിക്കട്ടെ. എനിക്ക് വേദന സഹിക്കവയ്യാതെ ഞാൻ പറഞ്ഞുപോയി നബിയെ, എന്നെ അങ്ങനെ അടിച്ചു. അവന് ഞാൻ ഭക്ഷണം വാരിക്കൊടുത്ത എന്റെ കൈ അടിച്ചു മുടച്ചു നബിയെ, എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ അങ്ങനെ ദുആ ചെയ്തു പോയി. ലാ റളിയല്ലാഹു അൻകാ.
അള്ളാന്റെ റസൂൽ വെച്ച് പുറത്തു കൊടുക്കാവോ? ഇല്ല, എനിക്ക് അത്രയ്ക്ക് വേദനയായി, പുറത്തു കൊടുക്കാൻ പറ്റൂല. എങ്കിൽ അവനിപ്പോൾ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ ചെവിടൊന്ന് കൊടു, ചെവിട് ഖബറിൽ ഒന്ന് വെച്ച് ചെവിട് കൊടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് വെച്ച് നോക്ക്, ചെവി വെച്ച് നോക്ക്. അപ്പോൾ കേൾക്കാം ആ ശരീരി, യാ ഉമ്മാ അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹതി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി അല്ലമാൻ അല്ലമാൻ യാ ഉമ്മാ. മാതാവിനോട് വിളിച്ചു പറയുകയാണ്, ഉമ്മ എനിക്ക് പൊറുക്കണേ ഉമ്മ, പൊറുക്കണേ ഉമ്മ, എന്റെ 4 ഭാഗത്തും തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാ, എന്നോട് മാപ്പാക്കണേ മാതാവേ. ആ ഖബറിലെ അശരീരി കേട്ട മാത്രയിൽ അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് ആ വൃദ്ധയായ മാതാവ് പറയുകയാ, റളീതു അൻഹു യാ റസൂലല്ലാഹ്, എന്റെ മകന് ഞാൻ പൊറുത്തപ്പെട്ടു കൊടുത്തു നബിയേ. പുറത്തു കൊടുത്തു. ഉടനെ ആ ശരീരി നബിയുടെ റസൂൽ തങ്ങൾ കേൾക്കുകയാണ്, ഇൻസരിഫി യാ ഉമ്മാ ഫഖദ് റഹിമനി അല്ലാഹ്, അല്ലാഹു എനിക്ക് കരുണ ചൊരിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് മാതാവേ സന്തോഷത്തോടെ മടങ്ങിപ്പോകണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഒരു ഉമ്മാന്റെ ദുആയാണ്. നല്ല ദുആ ചെയ്താൽ ആ കുട്ടികൾ എത്രത്തോളം നല്ലവരായി മാറും. തമാശയ്ക്ക് പോലും, വേദന എടുക്കുമ്പോൾ പോലും മാതാക്കൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യരുത്, മക്കൾക്കെതിരെ മാതാക്കളും ദുആ ചെയ്യരുത്. ഇതൊക്കെ അല്ലാഹു പഠിപ്പിച്ചിരുന്ന വാക്കാണ്. അതുകൊണ്ട് നല്ല കുട്ടിയെ വേണം. ആ കുട്ടി എന്ത് കുട്ടിയാകണം? അല്ലാഹു ഖുർആനിൽ തന്നെ പറയാൻ, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ وآتيناه الحكم صبيا وحنانا من لدنا وزكاة وكان تقيا وبرا بوالديه ولم يجعله جبارا عصيا. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാ, മാതാപിതാക്കൾക്ക് എതിര് പ്രവർത്തിക്കാത്ത മകനായിരുന്നു യഹ്യാ, മാതാപിതാക്കളെ സഹായിക്കുന്ന മകനായിരുന്നു യഹ്യാ, അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കാത്ത മകനായിരുന്നു യഹ്യാ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട മകനായിരുന്നു യഹ്യാ. വകാന തഖിയാ, സൂക്ഷ്മശാലിയും മതബോധവും മതഭക്തനുമായിരുന്നു യഹ്യാ. വലിയ തഖ്വയുള്ള മഹാനായിരുന്നു യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലെ യഹ്യാ നബിയെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹ്യാ നബിയെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ ഈ കോലത്തിലായിരിക്കണം. മാതാപിതാക്കളെ കുറെ മക്കളെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ മക്കളെ കൊണ്ട് ഫായിദയില്ല. ഞാൻ പറഞ്ഞുതരാം, അതി തോന്നിത്തരാം. നാളെ ആഖിറത്തിൽ മക്കളെ കൊണ്ട് ഫായിദയില്ല. കാണിച്ചുതരാം, പറഞ്ഞുതരാം. ഇപ്പോ ഒരു ഫായിദ ഉണ്ടാവൂല. നല്ല മക്കളെ നമ്മൾ വാർത്തെടുത്തില്ല എങ്കിൽ നമുക്ക് മക്കളെ കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവുകയില്ല. കുറെ മക്കളെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നല്ല മക്കൾ, നല്ല സന്താനങ്ങളായിരിക്കണം. ദുനിയാവിലും ഗുണം, ആഖിറത്തിലും ഗുണം. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ഒന്ന് മയ്യത്ത് പൊതിയാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ, മയ്യത്ത് നമസ്കരിപ്പിക്കാൻ, ആ ഉപ്പാന്റെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെക്കാൻ, ആ ഖബറിടത്തിൽ വന്ന് ദിനം തോറും ദുആ ചെയ്യാൻ, സിയാറത്ത് ചെയ്യാൻ, ആ ഖബറിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഉപ്പയുമായിട്ടൊരു മുനാജാത്ത് നടത്താനുള്ള ഒരു സാലിഹായ സന്താനത്തെ വാർത്തെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കേ. കുറെ പണമുള്ള മക്കൾ, കുറെ മുടി ഇങ്ങനെ, കുറെ മുടി ഇങ്ങനെ, കുറെ മരം കുത്തിയ പോലെ ഏതെല്ലാം കോലത്തിൽ കുറെ മുടി ഉണ്ടാക്കി കുറെ മക്കളുണ്ട്. ഈ മക്കളെ കൊണ്ട് നാട്ടുകാർ പഴിക്കുന്നതല്ലാതെ, ശപിക്കുന്നതല്ലാതെ ഈ മാതാപിതാക്കൾക്ക് ഈ മക്കളെ കൊണ്ട് എന്താ ഗുണം? ചിന്തിച്ചു നോക്ക്. എത്ര പേരോട് അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഖബർസ്ഥാനിന്റെ അരികിൽ വന്ന് ഏതെങ്കിലും ഒരു ദിവസം തന്റെ മാതാവിന്റെയും പിതാവിന്റെയും ഖബറിടത്തിൽ ഒരു തുള്ളി കണ്ണുനീരിറ്റിച്ചുകൊണ്ട്, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ഞങ്ങൾ ഈ ഭൂമിയുടെ മുകളിൽ സുഖലോലുപരായി കഴിയുമ്പോ നിങ്ങൾ ഈ 4 അടി മണ്ണിന്റെ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് അല്പസമയമെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഖബറിന്റെ അരികിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞുണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ? من زار قبر أبويه في كل جمعة غفر له وكتب له برا كما قال رسول الله. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും തന്റെ മാതാപിതാക്കളുടെ ഖബറിടത്തിൽ വന്ന് കണ്ണുനീരൊലിപ്പിച്ച് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ സന്താനമുണ്ടെങ്കിൽ അവന് അല്ലാഹു പുറത്തു കൊടുക്കുകയും അവനെ നന്മയുടെ പേരിൽ, അവന്റെ ലിസ്റ്റിൽ അവന്റെ നന്മയുടെ പേര് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉപ്പാന്റെ ഖബറിനരികിൽ വന്ന് കരയണം വെള്ളിയാഴ്ച രാവ്.
ഉപ്പായ്ക്കും അത് ദുആ ഇറക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുന്നത് പോലെ മറ്റാൾ ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടുകയില്ല. ദുആ ഇറക്കുമ്പോൾ മൊത്തത്തിലും കിട്ടും. പക്ഷെ സ്വന്തം മക്കൾ ദുആ ഇറക്കുന്ന ദുആ, ആ ദുആയ്ക്കാണ് ഇജാബത്ത്. അതാണ് ഖബൂലിയത്ത്. ഹൃദയ സ്പൃക്കോട് കൂടിയുള്ള ദുആയാണ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ളത്. അതാണ് അവർ അല്ലാഹു തന്നെ ഖുർആനിൽ പഠിപ്പിച്ചെന്ന വാക്കല്ലേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, ശൈശവത്തില്, ബാല്യത്തില്, കൗമാരത്തില്, യൗവനത്തില് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. അവരോട് പൊറുക്കണേ അല്ലാ. അവരുടെ അന്ത്യം, അവരുടെ ആത്മാവിന് ശാന്തി നൽകണേ അല്ലാ. ഓരോ മക്കളുടെ ദുആ, സാലിഹീങ്ങളായ മക്കൾ എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അവൻ എപ്പോൾ ദുആ ചെയ്താലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ അവൻ സാലിഹായ മക്കളാണ് എന്ന് ഔക്കമഖൽ റസൂലുള്ളാഹി. സാലിഹായ മക്കളുടെ അടയാളം അതാണ്. പാപ്പാക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ഇറക്കും, ഉമ്മക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ഇറക്കും. ആര് ദുആ ചെയ്യുന്നു? നിസ്കാരമില്ല പിന്നല്ലേ ദുആ? നിസ്കാരമില്ല പിന്നെ എവിടെ ദുആ? ചിന്തിക്കൂ, നമുക്ക് മാതാപിതാക്കളെ, നമുക്ക് മക്കളെ കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാകണം. ദുനിയാവിലും ഗുണം ഉണ്ടാകണം, ആഖിറത്തിലും ഗുണം ഉണ്ടാകണം. ആഖിറത്തിൽ ഗുണം ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നൽ വാലിദ യതഅല്ലഖു ബിവലദിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ തന്റെ മാതാപിതാക്കൾ മക്കളെ കണ്ടുമുട്ടുകയാണ്. നാളെ കണ്ടുമുട്ടും, എല്ലാരും കണ്ടുമുട്ടും കേട്ടോ. മാതാപിതാക്കൾ അപ്പുറത്ത് കേൾക്കുന്നില്ല, കേൾപ്പിച്ചോട്. പെണ്ണുങ്ങൾ കേൾക്കണം, കേൾക്കുന്നില്ല പോലെ ഇങ്ങനെ കാണിക്കുന്നില്ല. കേൾപ്പിച്ചോട്, പെണ്ണുങ്ങൾ കേൾക്കണം. പെണ്ണുങ്ങൾ കേൾക്കേണ്ട വിഷയങ്ങളാണല്ലോ ഇത്. ആഖിറത്തിൽ നാളെ മക്കളും മാതാപിതാക്കളും കണ്ടുമുട്ടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പായ നാളെ മഹ്ശറിൽ വെച്ച് കാണും കേട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പായ മഹ്ശറിൽ വെച്ച് കാണുമെന്ന് ഇബ്രാഹിം നബി അടിച്ചോടിച്ചു വിട്ടു. ഇറങ്ങി ഇബ്രാഹിം, ഇറങ്ങിയില്ലെങ്കിൽ കാലടിച്ചൊട്ടിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടി ഓടിച്ചു. ഉപ്പ അടുത്ത് പറഞ്ഞു, ഉപ്പ നിങ്ങൾ അല്ലാഹ് വിശ്വസിക്കണം, ഉപ്പ നിങ്ങൾ അല്ലാഹ് വിശ്വസിക്കണം, നിങ്ങൾ അല്ലാഹുവായിട്ടുള്ള ബന്ധം നിലനിർത്തണം. ഈ കാണുന്ന ബിംബങ്ങളെന്ന് ആരാധിക്കരുത്. അല്ലാഹുവാണ് വലിയവൻ, അവനല്ല. ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്ന ഞങ്ങളുടെ ദേവതകളെ, ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ഞങ്ങളുടെ ദൈവങ്ങളെ നീ കുറ്റം പറയോ, തള്ളിപ്പറയോ, പോ ഇറങ്ങിപ്പോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അട്ടി ഓടിച്ചു. ഇബ്രാഹിം നബി അംഗീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔക്കമഖൽ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, വജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. നാളെ മഹ്ശറ വൻസഭയിൽ ചില ആളുകളുടെ മുഖം പ്രകാശമാനമായിരിക്കും അത്രേ, ചില ആളുകളുടെ മുഖം കറുത്ത് കരുവാളിച്ച് വികൃത രൂപത്തിലായിരിക്കും അത്രേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ചില ആളുകളുടെ മുഖം അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ സന്തോഷാധിക്യത്താൽ തുള്ളിച്ചാടുന്ന ഒരവസ്ഥയിലായിരിക്കും ചില മുഖങ്ങളെങ്കിൽ, മറ്റു ചില മുഖങ്ങളോ പൊടി പടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. യൽഖാ ഇബ്രാഹീമു ആസറ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം നബി തന്റെ പിതാവിനെ മഹ്ശറ മൈതാനിയിൽ വെച്ച് കാണുകയാ. വഅലാ വജ്ഹിഹി ഖതറത്തുൻ വഗബറാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ പിതാവിനെ കാണുന്നത് ഏത് കോലത്തിലാണ്? ആ പിതാവിന്റെ മുഖം മുഴുവനും പൊടിപടലങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുകയാണ്, വികൃതമായ രൂപമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും പിതാവും തമ്മിൽ തിരിച്ചറിയുകയാ. ആ ഇബ്രാഹിമിന്റെ അരികിലേക്ക് ഇതാ പിതാവ് അടുത്തു വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പിതാവിനോട് പറയുകയാണ്, യാ അബതീ അലം അഖുൽ
ഇന്നക ലാ തഅസീനി, ഞാൻ ദുനിയാവിൽ വെച്ച് പറഞ്ഞില്ലേ എന്നെ വഴിപ്പെടണമേ, ഞാൻ പറയുന്നത് സ്വീകരിക്കണേ, എന്നെ ധിക്കരിക്കരുതേ, എതിർക്കരുതേ, എന്നെ അനുസരിക്കണേ, അനുസരണക്കേട് കാട്ടരുതേ ഉപ്പ എന്ന് ഞാൻ ദുനിയാവിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞപ്പോ എന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ആട്ടിയോടിച്ചില്ലയോ ഉപ്പ? ഇപ്പോൾ നിങ്ങളുടെ മുഖം മുഴുവനും പൊടി പടലങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ആ പിതാവ് യാചിക്കുകയാണ്, പൊന്നുമോനെ ഇബ്രാഹിം, ഫൽയൗമ ലാ ഉഅ്സീക അബദാ, ഇന്നേ ദിവസത്തിൽ നിനക്ക് ഞാൻ എതിര് കാണിക്കില്ല മോനെ. മകനെ ഇബ്രാഹിമേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ? ഇന്നേ ദിവസത്തിൽ നിനക്ക് ഞാൻ എതിരെ പ്രവർത്തിക്കുകയില്ല എന്ന് ആ ഇബ്രാഹിമിന്റെ മുന്നിൽ ആ പിതാവ് പരിതപിക്കുകയാണ്. ഉപ്പയല്ലേ, എന്തായാലും തന്റെ ഉപ്പയല്ലേ. മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, യാ റബ്ബി, പടച്ചവനെ, അല്ലാഹുമ്മ ഇൻ കുന്ത വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അസൂൻ, ഖിയാമത്ത് നാളിൽ മഹ്ശറ വൻസഭയിൽ ഈ പ്രവാചകനായ എന്നെ നീ നിന്ദിക്കുകയില്ല, എന്നെ നീ നിസ്സാരപ്പെടുത്തുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം ചെയ്തവനല്ലേ അല്ലാഹ്. ഫൽയൗമ, ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിന്ദ്യനാകുന്നത് എന്റെ പിതാവിന്റെ കാര്യത്തിലാണ് നാഥാ. എന്റെ പിതാവിനെ നീ ഒന്ന് സഹായിക്കുമോ? നല്ലപോലെ ശ്രദ്ധിക്ക്, നല്ലപോലെ ശ്രദ്ധിക്ക്. ദുനിയാവിൽ വെച്ച് ഉപ്പാനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മോനെ, ഉപ്പ നിസ്കരിക്കണം, നിസ്കരിക്കണം, ഇബാദത്തെടുക്കണം, ഇബാദത്തെടുക്കണം, അല്ലാഹുവെ ഭയപ്പെടണം. മക്കള് പറഞ്ഞു കൊടുത്തു, മക്കളെ സ്വീകരിച്ചില്ല. ഇതേപോലെ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, ഉപ്പാക്ക് സ്വീകരിച്ചില്ല, അട്ടിയൊടിച്ചു. മത്സരം നാളെ വരുമ്പോ ഈ കോലത്തിലാണ്. എന്നാലും എന്റെ ഉപ്പാണല്ലോ, എന്റെ ഉപ്പാണല്ലോ. ഉമ്മക്ക് എത്രത്തോളം സ്നേഹം. നേരത്തെ ഖബറാളിക്ക് വേണ്ടി ഉമ്മ ദുആ ചെയ്തതുപോലെ, ഉമ്മയോട് എത്ര അക്രമം പ്രവർത്തിച്ചാലും ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയം പൊട്ടുകയാണ്, വേദനിക്കുകയാണ്, തുടിക്കുകയാണ്. തന്റെ തലയ്ക്കും ഇതേ സൂര്യൻ ഗർജിച്ചു നിൽക്കുമ്പോ എന്റെ ഉപ്പ വിയർപ്പിൽ ഉരുകുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, അല്ലാഹ്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ലേ, ഈ ഖിയാമത്ത് നാളാകുമ്പോൾ എന്നെ നീ നിന്ദിക്കുകയില്ല എന്ന് നീ എന്നോട് പറഞ്ഞല്ലോ അല്ലാഹ്. എന്റെ ഉപ്പന്റെ കാര്യം നീ ഏറ്റെടുക്കണേ പടച്ചവനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, ഇബ്രാഹിം, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേൽ ഞാൻ സ്വർഗ്ഗം ഹറാമാക്കി എഴുതി തള്ളി ഒപ്പിട്ട് സീലടിച്ചു കഴിഞ്ഞു. ഇനി നീ ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ മേൽ ഞാൻ സ്വർഗ്ഗം നിഷിദ്ധമാക്കി. ആ കാര്യം നീ ഇവിടെ ചർച്ച ചെയ്യുകയേ വേണ്ട, എന്നോട് ചോദിക്കുകയേ വേണ്ട. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ റൂട്ട് മാറ്റി. എങ്ങനെ? ഇബ്രാഹിം, മാദാ തഹത റിജ്ലൈക്, എന്താ നിന്റെ കാലിന്റെ അടിയിലുള്ളത്? അങ്ങോട്ട് നോക്ക്, എന്താ നിന്റെ കാലിന്റെ അടിയിലുള്ളത്? ഫൈദാ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുമ്പോ ബിദീഖിൻ മുൽതഖിത്തിൻ, ഏതോ ഒരു നീചമായ നികൃഷ്ടമായ വസ്തു കാലിൽ കിടന്ന് ചുറ്റുന്നു. ഫതൂഖദു ബിഖവായിമിഹാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിൽ കിടന്ന് ചുറ്റുന്ന നീചവസ്തുവിനെ, നികൃഷ്ട വസ്തുവിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം പിടിക്കുകയാ. ഫയുൽഖാ ഫിന്നാർ, ഇബ്രാഹിമിന്റെ കൈകൊണ്ട് തന്നെ നരകത്തിലേക്ക് എറിയുകയാണ്. ആരാണത്? ആരാണത്? സ്വന്തം പിതാവാണ്. അല്ലാഹുവിനെ ധിക്കരിച്ച സ്വന്തം പിതാവാ. സ്വന്തം മകനായ പ്രവാചകനെ ധിക്കരിച്ച സ്വന്തം പിതാവിനെ സ്വന്തം മകന്റെ കൈകൊണ്ട് തന്നെ അല്ലാഹ് എടുത്ത് നരകത്തിലേക്ക് ഇടുകയാണ്. മക്കളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഫായതയുണ്ടോ? മാതാപിതാക്കളെ നല്ല നിലയിൽ വന്നില്ല എങ്കിൽ നാളത്തെ അവസ്ഥ ഇത് തന്നെയാണ്. ഹദീസ് കേട്ടോ, ഇതേ അവസ്ഥയാണ്. ഇന്നൽ വാലിദ യതഅല്ലഖു ബിവലദിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തന്റെ മാതാപിതാക്കളും മക്കളും തമ്മിൽ കണ്ടുമുട്ടുകയാ. ഫയഖൂൽ, വാപ്പ തന്റെ മക്കളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി കുന്തു ലക വാലിദാ വ അബല്ലക,
ദുനിയാവിൽ നിന്റെ ഉപ്പയായിരുന്നില്ലേ ഞാൻ, ദുനിയാവിൽ നിന്റെ പിതാവായിരുന്നില്ലേ ഞാൻ, ദുനിയാവിൽ ഒരുപാട് നന്മകൾ നിനക്ക് ചെയ്തു തന്ന ഉപ്പയല്ലേ. വാഹനം വേണമെന്ന് പറഞ്ഞപ്പോ ഉപ്പ വണ്ടി വാങ്ങി തന്നില്ലേ, വസ്ത്രം വേണമെന്ന് പറഞ്ഞപ്പോ ഉപ്പ വസ്ത്രം വാങ്ങി തന്നില്ലേ, വിഭവസമൃദ്ധമായ ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ ഉപ്പ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് നിനക്ക് ഭക്ഷണം വാങ്ങി തന്നില്ലയോ. ദുബായിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ആ ഉപ്പ നിന്നെ ദുബായിൽ കൊണ്ടുപോയില്ലേ. ആ ഉപ്പയാണടാ ഞാൻ. നാളെ മഹ്ശറിൽ കണ്ടുമുട്ടും വാപ്പയും മകനും തമ്മിലുള്ള സംസാരം. അങ്ങനെ ഉപ്പയോട് മകൻ പറയും ഫയുസ്നി അലൈഹി ഖൈറ, എല്ലാം ശരി തന്നെ ഉപ്പ, നിങ്ങൾ എനിക്കെല്ലാം ചെയ്തു തന്ന ഉപ്പാണ്. എനിക്ക് ദുനിയാവിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വീട് വെച്ച് തന്നു, അത് ചെയ്തു, ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നു, എല്ലാം ചെയ്തു തന്നു. അങ്ങനെ ചെയ്തു തന്നില്ലേ? അതെ. ഉപ്പ മറുപടി ഇന്നി ഖദ് ഹതജ്തു ഇലാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക്. ഈ ഉപ്പാന്റെ ആഗ്രഹം, മോനെ നീ കണ്ടല്ലോ ഈ ശിക്ഷകളൊക്കെ, ഈ ആഖിറത്തിന്റെ അവസ്ഥകൾ നീ കണ്ടില്ലേ? ഈ സൂര്യൻ ഗർജിച്ചിരിക്കുന്നു, ദാ മലക്കള് നരകത്തിലേക്ക് ജനങ്ങളെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകുന്നു. എനിക്ക് 99.9% ഞാൻ ഓക്കെയാണ്, 1% കുറവുണ്ട്. എന്റെ പൊന്നല്ലേ നീ, എനിക്ക് 1% നന്മ നീ എനിക്ക് തരണം. നാളെ മക്കളോട് മാതാപിതാക്കൾ യാചിക്കും. നബിയുനാ റസൂലുള്ളാഹി മക്കളോട് മാതാപിതാക്കൾ യാചിക്കും. ഒരു നന്മ 99.9% ഞാൻ ഓക്കെയാണ്, ഒരു നന്മ. ഇന്നി ഖദ് ഹതജ്തു ഇലാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക് ലഅല്ലി അൻജു മിമ്മാ തറാ. നീ കാണുന്ന ഈ ശിക്ഷയിൽ നിന്ന് ഞാനും നിന്റെ ഉപ്പയും രക്ഷപ്പെടാൻ നിന്റെ ഭാഗത്തു നിന്ന് ഒരു നന്മ നീ എനിക്ക് നൽകണം മകനെ. പിതാവിനോട് ആ മകന്റെ വാക്കാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബിയുനാ റസൂലുള്ളാഹി. ആ പിതാവിനോട് മക്കൾ പറയുന്ന വാക്കാണ്, വാപ്പാ ഇന്നി അതഖവഫു അലാ നഫ്സി മിമ്മാ തഖാഫു. നിങ്ങൾ ഏതൊരു ശിക്ഷയാണോ ഈ ആഖിറത്തിൽ ഭയപ്പെടുന്നത്, അതേ ശിക്ഷയെ തന്നെയാണ് ഈ മകനും ഭയപ്പെടുന്നത് ഉപ്പാ. അതുകൊണ്ട് ലാ ഉതീഖു അൻ ഉതീക ശൈആ, എന്റെ നന്മയിൽ നിന്ന് 1% പോലും, ഒരു കടുക് മണിയുടെ അളവ് പോലും നന്മ നൽകാൻ എനിക്ക് കഴിയില്ല ഉപ്പാ. പോയില്ലേ മക്കള്, പോയില്ലേ? ദുനിയാവിൽ വെച്ച് മക്കളെ MBBS കാരനാക്കി, MBA കാരനാക്കി, MTech കാരനാക്കി ഒക്കെ ആക്കി. ദീൻ പഠിപ്പിച്ചോ, ഖുർആൻ പഠിപ്പിച്ചോ, അള്ളാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടോ, നബിതങ്ങളുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ടോ? അതിന്റെ ഫലം ആരാ അനുഭവിക്കുന്നത്? പിതാവല്ലേ. എന്നാൽ ആഖിറത്തിലെത്തുമ്പോൾ ആ പിതാവ് ഈ മകനോട് യാചിക്കുന്നു ഒരു നന്മ, ഒരൊറ്റ നന്മ. മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക്, ഒരു കടുകുമണിയുടെ അളവ് നന്മ നീ എനിക്ക് തന്നാൽ എനിക്കിപ്പോൾ രക്ഷപ്പെടാൻ കഴിയും, സ്വർഗത്തിൽ പോകാം, എന്നെ നീ ഒന്ന് സഹായിക്കണം. ആ മകൻ പറയാണ്, ഇല്ല ഇല്ല, ഞാൻ ഈ കാണുന്ന ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. എന്റെ നന്മയെങ്ങാനും ഒരു നന്മ ഉപ്പാക്ക് ഞാൻ നൽകിയാൽ ഞാൻ നാളെ നരകത്തിലേക്ക് വീണു പോകുമോ, അതുകൊണ്ട് ഉപ്പ നരകത്തിൽ പോയാലും ഞാൻ തരൂല ഉപ്പാ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഇത്രയുണ്ട്, രക്ഷയില്ല. ഉപ്പ ഒഴിവാക്കി, മകനും ഒഴിവായി. പിന്നെ ഇയാൾ എന്ത് ചെയ്യും? തന്റെ ഭാര്യയുടെ അരികിലേക്ക് തിരിയും. ഭാര്യ, ഓക്കെ ദുബായിന്ന് എത്ര നല്ല സാരി, എത്ര നല്ല പർദ, എത്ര നല്ല കമീസ്, എത്ര നല്ല സ്വർണവും വള ജിമിക്കി മാല അരിഞ്ഞണം കഥസറ എല്ലാം വാങ്ങിക്കൊടുത്തു. അപ്പൊ ഓന്റെ വിചാരം എന്താ? എനിക്ക് നാളെ ആഖിറത്തിൽ ഓളെ കൊണ്ട് സഹായം ഉണ്ടാകും. തന്റെ ഭാര്യയുടെ അരികിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കും, ഇന്നി കുന്തു ലകി സൗജൻ ഫി ദുനിയാ, നിന്റെ ദുനിയാവിലെ ഭർത്താവ് ഞാനായിരുന്നില്ലേ, നിനക്ക് എത്രയെത്ര നന്മകൾ ഞാൻ ചെയ്തു തന്നില്ലേ പെണ്ണേ. ലഅല്ലി ഇന്നി ഖദ് ഹതജ്തു ഇലൈകി മിസ്ഖാലി ദർറത്തിൻ മിൻ ഹസനാതിക്, നിന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പമെങ്കിലും എനിക്ക് നൽകി തുഹദി ഹാലി, എനിക്ക് നീ സമ്മാനമായി നൽകുമോ? നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വർഷം തോറും ഞാൻ പവൻ സ്വർണം വാങ്ങി തന്നവനല്ലേ, ഈ ആഖിറത്തിന്റെ അവസ്ഥ നീ കാണുന്നില്ലേ പെണ്ണേ, എനിക്ക് നീ ഒരു നന്മ നൽകി സഹായിക്കുമോ? അവള് പറയുകയാണ്, ഇച്ഛാ
ഫതുസിനി അലൈഹി ഖൈറാ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാ നന്മകളും നിങ്ങൾ എനിക്ക് ചെയ്തു തന്നതാണ്. നല്ല വീട് വെച്ച് തന്നു, നല്ല വണ്ടി എടുത്തു തന്നു. പക്ഷേ ഞാൻ ഇന്നി അതഖവഫു അലാ നഫ്സി മിമ്മാ തഖാഫു മിനൽ അദാബ്, നിങ്ങൾ ഭയപ്പെടുന്ന ശിക്ഷയെ ഞാനും ഭയപ്പെടുന്നു. ഇച്ഛാ എന്റെ നന്മയെങ്ങാണ് നിങ്ങൾക്ക് നൽകി കുറഞ്ഞു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്നു. ഇച്ഛാ അതുകൊണ്ടില്ല എന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പം പോലും എന്റെ ഇച്ഛാക്ക് നൽകാൻ ഞാൻ തയ്യാറല്ല എന്ന് സ്വന്തം ഭാര്യ പോലും നാളെ ആഖിറത്തിൽ വെച്ച് പറഞ്ഞിട്ട് അവളുടെ സ്വന്തം തടിക്ക് വേണ്ടി പോരാടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയും വിട്ടു, ഓളും വിട്ടു, ഓനും വിട്ടു, മക്കളും വിട്ടു. പിന്നെ ആരുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് പറഞ്ഞിട്ട് ഒരായത്ത് ഓതി. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ. നമ്മുടെയൊക്കെ ഭാര്യമാരൊക്കെ ചിരിച്ച് ചിരിച്ച് കുണുങ്ങി കുണുങ്ങി നടക്കുന്ന ദുനിയാവി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഓളൊറ്റയ്ക്ക് നിസ്കരിച്ച് തസ്ബീഹ് ചൊല്ലി ദിക്ർ ചൊല്ലി ഒക്കെ നാളെ സ്വർഗ്ഗത്തിൽ കയറി പോകുമ്പോൾ സബിയ സബിയ പോലെ സബിയ സുൽഫു എന്റെ സുലു സുലു കല്ലി വലിയ അല്ലാഹ് ഞാൻ സ്വർഗ്ഗത്തിൽ പെട്ടു. കല്ലി വലിയ നമ്മളെ തിരിഞ്ഞോലും ഒക്കൂല. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം കൊണ്ടുനടന്ന് പൊക്കിക്കൊണ്ടുനടന്ന് വലിയ ഏറ്റവും വലിയ ഇന്നോവയിൽ, ക്രസ്റ്റായിൽ, ഫോർച്യൂണറിൽ ഓളെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് റാഹത്തായിട്ട് കൊണ്ടുപോയിട്ട് നല്ല നല്ല ശാപ്പാട് ഹൽവ ഒക്കെ വാങ്ങി എല്ലാം ഉഷാറാക്കി എല്ലാം കൊടുത്ത് നല്ല പെരുത്ത്, നല്ല കൊളസ്ട്രോൾ എല്ലാം നല്ല കൂട്ടി, നല്ല ചന്തം കാണാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട് ഉഷാറായിട്ട്. സ്വർഗത്തിൽ പോകുമ്പോൾ ഓള് കയറി പോകുന്നു, നമ്മളെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. പാവം പോയില്ലേ സംഭവം. അതല്ലേ ഹദീസ്, അതല്ലേ ഇപ്പൊ ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഓതിയിട്ട് ഓതിയ ആയത്ത് ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر إنما ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഓതി പഠിപ്പിച്ചു തരികയാണ്, നാളെ ആഖിറത്തിൽ ഒരാൾ മറ്റൊരാളുടെ ചുമടെടുക്കുകയില്ല. വലാ തസ്റു മാസിറത്തുൻ വിസ്റ ഉഖറാ വഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. എന്റെ ചുമട് നീ ഒന്ന് എടുക്കണേ, എന്റെ പൊന്നു പെങ്ങളെ, എന്റെ സഹോദര, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവേ, ഈ ചുമട് അല്പമോ ഏറ്റെടുക്കുമോ എന്ന് അവരോട് പോയി യാചിച്ചാൽ എത്രത്തോളം ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും രക്തബന്ധുക്കളായാലും മക്കളാകട്ടെ മാതാപിതാക്കട്ടെ, ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ. എത്ര വലിയ കുടുംബക്കാരായാലും അവന്റെ ഒരു അല്പം പോലും ചുമട് ഏറ്റെടുക്കാൻ അവർ തയ്യാറാവുകയില്ല. വമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി വഇലല്ലാഹിൽ മസീർ. ആരാണോ സ്വമേധയാ പരിശുദ്ധി പാലിച്ചത് അവർക്ക് മാത്രമേ നാളെ രക്ഷയുള്ളൂ. അതല്ല, നിനക്ക് സ്വന്തമായി വല്ല അമലുകളുണ്ടോ അതാണ് നിന്നെ രക്ഷപ്പെടുത്തുക. അതല്ല, നിന്റെ മക്കള് നിന്നെ സഹായിക്കുമെന്ന ബോധ്യം നിനക്ക് വേണ്ട. ചിലപ്പോ സഹായിച്ചാലായി, ചിലപ്പോ സഹായിച്ചില്ലായി. എന്നാൽ ചില മക്കളുണ്ട് സാലിഹായ മക്കൾ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ഇദാ ദഖലൽ ജന്ന സഅല അൻ സൗജതിഹി وأبويه وأولاده فيقال لهم إنهم ليسوا مثلك أو كما قال رسول الله. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കൾ, ഖുർആൻ പഠിച്ച മക്കൾ, നമസ്കാരമുള്ള മക്കൾ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ദുനിയാവിൽ ജീവിച്ച് വളർന്ന മക്കൾ, ആ മക്കൾ നാളെ സ്വർഗത്തിലെത്തിപ്പെട്ടാൽ
സഅല അൻ അബവൈ, തന്റെ മാതാപിതാക്കളെ അവർ ചോദിക്കുമത്രേ, തന്റെ മാതാപിതാക്കളെ അവർ അന്വേഷിക്കുമത്രേ. എവിടെ എന്റെ ഉപ്പ? സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മലക്കൾ വന്ന് നിൽക്കുന്നു. എന്റെ ഉപ്പ എവിടെ? എന്റെ ഉപ്പ എവിടെ? എന്റെ ഉപ്പ എവിടെ? ഉടനെ മലക്കൾ പറയും, നിങ്ങളുടെ ഉപ്പ നിന്നെ പോലെയല്ല. എന്റെ ഉപ്പ ഒരുപാട് നിസ്കാര വിഭാഗത്തെല്ലാം കളഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം അവിടെ ഹിസാബിലാണ്, അവിടെ ഹിസാബിലാണ്, വിചാരണയിലാണ്. ഇന്നഹും ലൈസൂ മിസ്ലക, നിന്നെ പോലെയല്ല. വഹിസാബുഹു വവബാലുഹു അലൈഹി, വല്ലാത്ത വേദനയും ഹിസാബ് വിചാരണയുമായിട്ട് അവിടെ നിൽക്കുകയാണ്, ക്യൂല് നിൽക്കുകയാണ്. നീ സ്വർഗ്ഗത്തിൽ പോ, നീ സ്വർഗ്ഗത്തിൽ പോ. ഉടനെ ആ മകൻ പറയും, സാലിഹായ മകൻ, വഇന്നി ഖദ് അമിൽതു ലഹും, എന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമൽ ചെയ്തത്. എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്തിരുന്നു. എന്റെ ഉപ്പാക്ക് വേണ്ടി ഓരോ സമയത്തും ഞാൻ ദുആ ചെയ്തിരുന്നു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. എന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. ഞാൻ ചെയ്ത അമലുകൾ ഓരോന്നും എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും വേണ്ടി ഞാൻ ഹദിയ ചെയ്തിരുന്നു. അതുകൊണ്ട് എന്റെ ഭാര്യയും മക്കളെയും ഉപ്പയും ഉമ്മയില്ലാതെ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. നല്ല മക്കൾ, നല്ല മക്കൾ, സാലിഹീങ്ങളായ മക്കൾ, ഖുർആൻ പഠിച്ച മക്കൾ, ദീൻ പഠിച്ച മക്കൾ, നമസ്കാരമുള്ള മക്കൾ, ഇബാദത്തുള്ള മക്കൾ, ആ മക്കൾ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ വാദിക്കുന്നു, കോടതിയുടെ മുന്നിൽ ചങ്കൂറ്റത്തോടെ വാദിക്കുന്നു. എന്റെ ഉപ്പയെയും എന്റെ ഉമ്മയെയും എന്റെ ഭാര്യയും മക്കളെയും നൽകാതെ ലാ നദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഫയുഉമറു ബിഇൽഹാഖിഹിം, അല്ലാഹുവിന്റെ കൽപ്പന. ഏയ് മലക്കളെ, അവൻ പറയുന്നത് ശരിയാണ്, അവൻ ചെയ്ത അമൽ ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. അവന്റെ ഉപ്പയെയും അവന്റെ ഉമ്മയെയും അവന്റെ ഭാര്യയും അവന്റെ മക്കളെയും അവനിലേക്ക് ചേർത്തുകൊട്, ചേർത്തുകൊട്, ചേർത്തുകൊട്. ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇത്രയും പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആയത്തോതി, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബീമാനിഹിം അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ആരാണോ സത്യവിശ്വാസം സ്വീകരിച്ചത്, ആ സത്യവിശ്വാസികളുടെ വഴികളിലൂടെ സഞ്ചരിച്ച മാതാപിതാക്കളെ, മക്കളെ, ഭാര്യമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നാളെ ആഖിറത്തിന്റെ ഭയാനകതകളിൽ നിങ്ങൾ കുളിക്കുമ്പോ നിങ്ങളുടെ ഈ നന്മകൾ നിങ്ങൾക്ക് തുണയായി അവിടെ ഓടിയെത്തുമത്രേ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനോട് വാദിക്കുമ്പോ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ ഒപ്പത്തിൽ അല്ലാഹു കൂട്ടിവിടുകയാണ്. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഒപ്പത്തിൽ അല്ലാഹു കൂട്ടിച്ചേർക്കുകയാ. നിങ്ങളുടെ സന്താനങ്ങളെ നിങ്ങളുടെ ഒപ്പത്തിൽ അല്ലാഹു പറഞ്ഞു വിടുകയാണ്. അല്ലാഹ് അത്ര കരുണയുള്ളവനാണ്. ഒരു മകൻ ചെയ്ത നന്മയുടെ പേരിൽ വാപ്പ, ഉമ്മ, ഭാര്യ, മക്കളെല്ലാം സ്വർഗത്തിൽ. യാ അല്ലാഹ്, പോ 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 പോ, നീ ഇവിടെ സംസാരിക്കണ്ട, ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവിടെ തർക്കിക്കണ്ട, ഇവിടെ സമരമില്ല, പൊയ്ക്കോ. നല്ല കുട്ടിയാണെങ്കിൽ, നല്ല കുട്ടിയാണെങ്കിൽ അല്ലാഹ് അതുപോലത്തെ സാലിഹായ കുട്ടിയെ തരട്ടെ, സാലിഹീങ്ങളായ മക്കളെ തരട്ടെ. ആ ദുആയ മാതാപിതാക്കൾ ഗുണപ്പെടുകയുള്ളൂ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യത്ബഉൽ മയ്യിത സലാസുൻ, ഒരു മയ്യത്ത് ഈ പള്ളിക്കാട്ടിലേക്ക് കൊണ്ട് നിങ്ങൾ അടക്കം ചെയ്തു പോകുമ്പോ ആ മയ്യത്തിനോടൊപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ അനുഗമിക്കുന്നത് മൂന്ന് കാര്യമാണ്. കാസർഗോഡ് ജില്ലയിലെ ഈ നെല്ലിക്കുന്ന് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ആരാണോ മയ്യത്തുമായി പള്ളിയിലേക്ക് കടന്നു വരുന്നത്, ആ മയ്യത്തും വഹിച്ചു കൊണ്ടുവരുന്ന മക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത് മൂന്ന് വിഭാഗമാണ്. യത്ബഉ മാലുഹു, യത്ബഉ അഹ്ലുഹു, യത്ബഉ വലദുഹു, യത്ബഉ മാലുഹു വവലദുഹു വഅമലുഹു. അവന്റെ കുടുംബക്കാര് വരികയാണ്, അവന്റെ സന്താനങ്ങൾ വരികയാണ്, അവന്റെ സമ്പത്ത് വരികയാണ്, അവൻ ചെയ്ത സുഹൃതങ്ങൾ വരികയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് അവനോടൊപ്പം അനുഗമിക്കുക. ആ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ച് നമസ്കരിപ്പിച്ച് ഈ പള്ളിയുടെ ചുറ്റുവട്ടാരത്തിലെ ഖബർസ്ഥാനിൽ മറമാടിയതിനു ശേഷം എല്ലാവരും മടങ്ങിപ്പോകുമ്പോ
ആ മൂന്ന് കൂട്ടത്തിൽ രണ്ട് കാര്യം മാത്രം മടങ്ങിപ്പോവുകയാണ്. അവന്റെ സമ്പത്തും അവന്റെ സന്താനങ്ങളും കുടുംബക്കാരുമെല്ലാം ആ മയ്യത്തിനെ പള്ളിയിൽ തനിച്ചാക്കിയിട്ട് മടങ്ങിപ്പോകുമ്പോ ഈ നെല്ലിക്കുന്ന് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന നിന്നോടൊപ്പം ആ ഖബറിൽ അധിവസിക്കുന്നതാരാ? നീ ചെയ്ത അമലുകൾ മാത്രമാണ് നബിയുനാ റസൂലുള്ളാഹി. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വാപ്പ ഖബറടക്കം ചെയ്യപ്പെട്ടു, ആ മകൻ പോയി, ആ മകന്റെ ദുആ ഇല്ലേ? ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ ഹൽ ബഖിയ മിൻ ബിർരി അബവയ്യ ശൈഉൻ ഔ അഹദുഹുമാ ബഅദ മൗതിഹിമാ. എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവർ മണ്ണിനടിയിലാണ് നബിയേ. എനിക്ക് ആ മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് നന്മകളാണ് ചെയ്യാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇസ്തിഗ്ഫാറു ലഹുമാ വദ്ദുആഉ ലഹുമാ. ആ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആയാണ്, ദുആയാണ്. സാലിഹായ മക്കളെ ദുനിയാവിൽ വാർത്തെടുത്താൽ, വാപ്പ മരിച്ചുപോയാൽ, ഉമ്മ മരിച്ചുപോയാൽ ഖബറിൽ സ്വസ്ഥാട്ടി കിടക്കാം. إن مما يلحق المؤمن من عمله وحسناته بعد موته علما علمه ونشره أو ولدا صالحا تركه أو كما قال رسول الله. ഒരു സഹോദരൻ മരണപ്പെട്ടു പോയാൽ, അവർ മണ്ണിനടിയിലായാൽ, ഖബറിന്റെ ഉള്ളിലായാൽ, ആ ഖബറിലേക്ക് അവർക്ക് കിട്ടുന്ന എന്താണ് വിഹിതങ്ങൾ, നന്മകളെന്ന് നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാ. ഒന്ന് ഔ ഇൽമൻ അല്ലമഹു വനശറഹു. നമ്മുടെ ഗുരുനാഥന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ടോ? അവർ ദുനിയാവിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഇൽമുകളുണ്ടല്ലോ. എത്രയോ മുതഅല്ലിമീങ്ങളെ വാർത്തെടുത്തവരാണ്. ആ പണ്ഡിതൻ മരണപ്പെട്ടു പോയാൽ ആ ഖബറിലേക്ക് എത്തുന്നത് ആ മുതഅല്ലിമീങ്ങളുടെ ദുആയാണ്. എത്രയെത്ര മഹാരഥന്മാർ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നും അവരെ സ്മരിക്കാറില്ലേ? ഇന്നും നിങ്ങൾ ഈ തങ്ങളുപ്പാപ്പയുടെ ഉറൂസിനെ സ്മരിക്കുമ്പോ അവരെത്രയോ സാലിഹായ മനുഷ്യനായി ദുനിയാവിൽ നന്മ ചെയ്തതിന്റെ പേരിലായിരിക്കാം. അതേപോലെ എത്രയോ മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികളെ നമ്മൾ സ്മരിക്കാറില്ലേ? വർഷം തോറും സ്മരിക്കുമ്പോ ഓർക്കണേ, അവർ ചെയ്തു വെച്ച നന്മകളുടെ ഫലമായിട്ടാണ് അവരുടെ ശിഷ്യഗണങ്ങൾ ഇന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലയോ? ശരിയല്ലയോ? ഇൽമൻ അല്ലമഹു വനശറഹു. അവർ പഠിപ്പിച്ച ഇൽമ്, അവർ പ്രചരിപ്പിച്ച ഇൽമ്, അത് ആ പിതാവിന്റെ, അത് ആ ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നെ പഠിപ്പിച്ച എന്റെ പിതാവ്, എന്നെ പഠിപ്പിച്ച എന്റെ ഉസ്താദ്, ഞാൻ ഈ പ്രഭാഷണം നെല്ലിക്കുന്ന പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ എത്ര പേരാണോ അത് കേൾക്കുന്നത്, എത്ര പേരാണോ അത് അമൽ ചെയ്യുന്നത്, അതിന്റെ എല്ലാം മിസ്ലു സവാബ് എന്റെ പിതാവിന്റെയും മാതാവിന്റെയും എന്റെ ഉസ്താദുമാരുടെയും ഖബറുകളിലേക്ക് എത്തുമത്രേ. അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉസ്താദന്മാരുടെ ഖബറുകളെയൊക്കെ അല്ലാഹു ഇൽമു കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. റഹ്മത്ത് കൊണ്ട്, മഗ്ഫിറത്ത് റഹ്മത്ത് കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണമാണത്. രണ്ടാമത് എന്താ? നീ ആലിമീങ്ങളല്ലാത്ത സാധാരണക്കാരനായ വാപ്പ മരിച്ചുപോയി, സാധാരണക്കാരനായ ഉപ്പ മരണപ്പെട്ടു പോയി, ആലിമല്ല, വിഷമിക്കണ്ട. ഔ തറകൻ വലദൻ സാലിഹാ ഔ തറകഹു വലദൻ സാലിഹാ. സാലിഹായ കുട്ടിയാണ് നിങ്ങൾ ഈ ദുനിയാവിൽ വിട്ടിട്ട് പോയത്. ആ സാലിഹായ കുട്ടി നിന്റെ ഖബറിടത്തിൽ വന്ന് ദുആ ചെയ്യും. ആ സാലിഹായ കുട്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യും, ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യും, സദഖകൾ ചെയ്ത് ഹദിയ ചെയ്യും. ആ മരണപ്പെട്ട വാപ്പാന്റെ ഖബറിലേക്ക് വേണ്ടി ഒരുപാട് 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 നന്മകൾ ആ മക്കൾ ചെയ്യും. ആ ദുആ ആ ഖബറിലേക്ക് എത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെയെങ്കിലുമൊക്കെ ഉപ്പായെ കൊണ്ട് കുഴിച്ചിട്ടിട്ട്, ചുമ്മാ ഒരുമാതിരി മൃഗങ്ങളെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിട്ട് തിരിഞ്ഞു പോലെ നോക്കാതെ, ആ ഖബറിനെ ഒന്ന് സന്ദർശിക്കാതെ, ഒരു ദുആ ഇറക്കാത്ത എത്രയോ മക്കൾ. മാതാപിതാക്കളെ നോക്കണ്ടേ, അന്വേഷിക്കണ്ടേ? സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും തന്റെ പിതാവിന്റെ ഖബറിലേക്ക് പോകുമായിരുന്നു. പിതാവിന്റെ ഖബറിലേക്ക് സിയാറത്തിന് പോകുമായിരുന്നു.
കുറെ ദിവസങ്ങൾ പോകാതിരുന്നു. സുഫ്യാൻ സൗരി റളിയല്ലാഹു തആല അൻഹുവിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കപ്പെട്ടു, മകനെ നീ എന്താ ഇപ്പൊ എന്നെ കാണാൻ വരാത്തത്? സുഫ്യാൻ സൗരി റളിയല്ലാഹു തആല ഉപ്പയോട് ചോദിച്ചു മുനാജാത്തിലൂടെ, ഉപ്പ എന്നെ കാണോ ഉപ്പ നിങ്ങൾ? പിന്നെ നീ എന്റെ അരികിലേക്ക് വരുമ്പോൾ ഞാൻ നിന്നെ കാണും. നീ എന്റെ ഖബറിന്റെ അരികിൽ വന്നിരിക്കുമ്പോ അത്രയും സമയം എനിക്ക് സമാധാനമുണ്ട്, മനസ്സമാധാനമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മക്കളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം പോലെ മരണപ്പെട്ടതിന് ശേഷം എന്റെ ഖബറിന്റെ അരികിൽ നീ വന്നിരിക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട സുഫ്യാൻ സൗരി റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും എന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് ഞാൻ പോകും. ഇന്നൽ മയ്യിത യഅരിഫു മൻ യഹ്മിലുഹു വമൻ യുഗസ്സിലുഹു വമൻ യുദല്ലിഹി ഫീ ഖബ്രിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഈ മയ്യത്ത് എല്ലാം അറിയും. ഇപ്പൊ നിങ്ങൾ ഈ മയ്യത്തിന്റെ മോളിൽ കയറി ഇരിക്കുന്ന ഒക്കെ ഇവർ കാണുന്നുണ്ട്. എന്നെ ചവിട്ടി നീരിയടാ, എന്നെ ചവിട്ടി എന്റെ ഉപ്പാണ് ഞാൻ, എന്റെ ഉസ്താദാണ് ഞാൻ. ഇതിനൊരു പരിഹാരം കാണണം. ഞാനിപ്പോൾ നമ്മുടെ നെല്ലിക്കുന്ന് നമ്മുടെ MLA ഞാൻ പറഞ്ഞു, ഇതിനൊരു പരിഹാര മാർഗ്ഗം കാണണം. ഇവിടെ സ്ഥലമില്ല, എവിടെ വെച്ചാൽ അപ്പോൾ ഉറൂസ് നടത്താം, എവിടെ വെച്ചാൽ വാദം നടത്താം. ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു പരിഹാര മാർഗ്ഗമാണ്. ഈ ഖബറിന്റെ നെഞ്ചത്ത് ഉപ്പാന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ വാദം വെക്കാന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമായിരിക്കും. അതിനുള്ള മഹത്തുണ്ടല്ലോ. ഈ ഖബറാളിക്ക് അറിയാം ഈ ഇരിക്കുന്നത് ആരാണ്, ഈ വന്നത് ആരാണ്, ഈ മുന്നിലിരിക്കുന്നത് ആരാണ്, ഈ മയ്യത്ത് പൊതിയുന്നത് ആരാണ്, ഈ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആരാണ്, ഈ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആരാണ്. അത് ഖബറാളികൾക്ക് മയ്യത്തിന് അറിയാൻ കഴിയുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി പറഞ്ഞ വാക്കല്ലേ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഇതിനോട് ഒരുപാട് മഹത്തുള്ളതാണ്, ആദരവുള്ളതാണ്. ഫിഖ്ഹിന്റെ ഉലമാക്കളൊക്കെ എഴുതി ചവിട്ടാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഒരുപാട് അദബുകളും മര്യാദകളൊക്കെ നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകണം. ഇനിയെങ്കിലും വരുന്ന വർഷങ്ങളിലെങ്കിലും അതൊക്കെ അതിനൊരു തർത്തീബ്, ഒരു പരിഹാര മാർഗം എങ്ങനെ കാണാൻ പറ്റുമെന്ന് കമ്മിറ്റി കൂടിയിരുന്ന് തീരുമാനിച്ചിട്ട് ഒരു പരിഹാര മാർഗം കണ്ടെത്തിയാൽ വളരെ നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇത് കണ്ടേ, നമുക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് കാണുമ്പോൾ എന്തോ ഒരു പോലെ. കാരണം ഇത്രയും വലിയ ഉലമാക്കളും സാലിഹ്യങ്ങളും ഒക്കെ ഉള്ള നാടാണ്. ഈ മഹത്വങ്ങൾ നിറഞ്ഞ ഈ നാട്ടിൽ ഇങ്ങനെ ഈ ഖബറിന്റെ മുകളിൽ വേറെ സ്ഥലം ഇല്ലല്ലോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരിസരങ്ങൾ എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കി അതിനൊരു മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. കാരണം ഖബറാളിക്ക് അറിയാം ആരാണ് ഇവിടെ വന്നത്. അപ്പൊ നമ്മുടെ മക്കള് പോയാൽ ഖബറിന്റെ അരികിൽ ഇരുന്നാൽ ആ മക്കളെ വാപ്പാക്കറിയാൻ കഴിയും. അതാണ് നബി തങ്ങൾ പറഞ്ഞ വാക്ക്. ബദറിലെ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്തിനെ ഒക്കെ കൊന്നിട്ട് കൊണ്ട് പൊട്ടക്കണറ്റിയിട്ടില്ലേ, കിണറ്റിൽ കിടക്കുകയാണ്. ഫൻതലഖ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ ഖബറിന്റെ അരികിലേക്ക്, അവരുടെ അരികിലേക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബാ ജഹൽ ഇബ്നു ഹിശാം, യാ ഉത്ബത്ത് ഇബ്നു ഷൈബ, യാ റബീഅത്ത് ഇബ്നു ഷൈബ, ഹൽ വജദ്തും മാ വഅദകും അല്ലാഹു വറസൂലുഹു ഹഖ. അല്ലാഹുവും റസൂലും പറഞ്ഞത് യാഥാർത്ഥ്യമായില്ലേ? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ തുകല്ലിമു അജ്സാദ ലാ അർവാഹ ലഹാ. റൂഹില്ലാത്ത ജസദിനോട് അങ്ങ് സംസാരിക്കുകയാണോ നബിയെ? ഹൽ യസ്മഊൻ, അവർ കേൾക്കുമോ ഹബീബേ? സഹിയായ ഹദീസാണ്. അവർ കേൾക്കുമോ ഹബീബേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അൻതും ബിഅസ്മഅ മിമ്മാ മിൻഹും, അവരെക്കാൾ കൂടുതൽ നിങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നത് പോലെ ആ ഖബറാളിയും കേൾക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിനേക്കാൾ വലിയൊരു ഹദീസ് നമുക്ക് ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഖബർ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് പറയുന്നതിനാ? വെറും ബുദ്ധിനോടല്ല പറയുന്നത്, മടക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ഖബറാളിക്ക് നമ്മൾ പറയുന്നത് സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ സല്ലമ അലയ്യ ഇദാ മുത്തു ഇല്ലാ ജാഅനി ജിബ്രീൽ ഫയഖൂലു യാ മുഹമ്മദ് ഫുലാൻ ഇബ്നു ഫുലാൻ ഫുലാൻ ഇബ്നു ഫുലാൻ യഖൂലു ലക സലാമുൻ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എൻ്റെ മേലൊരു സലാം ചൊല്ലിയാൽ ഇല്ലാ ജാഅനി ജിബ്രീൽ, എൻ്റെ അരികിലേക്ക് ജിബ്രീൽ കടന്നു വരും. എന്നിട്ട് എന്നോട് പറയും, ഇന്നാരുടെ മകൻ ഇന്ന വ്യക്തി അങ്ങേക്ക് സലാം ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഞാൻ സലാം മടക്കുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ജീവിച്ചിരിക്കുമ്പോഴെല്ലാം മരണപ്പെട്ടതിന് ശേഷം. അപ്പൊ നമ്മൾ സലാമൊക്കെ ചൊല്ലുമ്പോൾ ഈ ഖബറാളി മടക്കൂന്നല്ലേ അതിന്റെ അർത്ഥം? നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നില്ലേ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിതെല്ലാം. നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് നല്ല മക്കളെ വാർത്തെടുത്താൽ നമുക്ക് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന മക്കൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് വലിയ ഗുണമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിൽ നമുക്ക് തീരാ നഷ്ടമാണ്. ദുനിയാവിൽ എന്നതുപോലെ തന്നെ ആഖിറത്തിൽ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് നല്ല മക്കൾ, സാലിഹീങ്ങളായ മക്കൾ, ആ മക്കളെ വാർത്തെടുക്കാൻ എന്താണ് ഒരു പരിഹാരം? ഹലാലായ ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്താം. ഹലാലായ ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തിയാൽ നല്ല കുട്ടിയായിരിക്കും.
ഹറാമായ ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തിയാൽ ആ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഒരൊറ്റ ഹദീസ്. നാളെ സ്കൂളൊക്കെ ഉള്ളതല്ലേ, തീർന്നു ഒരു ഹദീസ് കൂടെ തീരുവില്ലപ്പാ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നാളെ പറഞ്ഞാൽ തീരുന്ന മക്കൾ മാതാപിതാക്കൾ പറഞ്ഞ ഇഷ്ടം പോലെ പെരുത്ത വിഷയം കിടക്കല്ലേ, ഇഷ്ടം പോലെ വിഷയം കിടക്കല്ലേ. പക്ഷെ നാളെ സ്കൂളൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാം കൂടെ പരിഗണിക്കണമല്ലോ. അൽഹംദുലില്ലാ, എനിക്ക് പ്രശ്നിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ എൻ്റെ ജോലി തന്നെയല്ലേ, നിത്യതൊഴിൽ അഭ്യാസം, അടിച്ചു വിടല എൻ്റെ ജോലി. പക്ഷേ അത് കേൾക്കാൻ കൂടങ്ങളിരിക്കേണ്ട. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പിന്നെ മക്കവറയിൽ നോക്കി പ്രസംഗിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഔലിയായി. കാരണം ഇവരോട് സംസാരിക്കാൻ മുനാജാത്ത്, ഖബറാളികളോട് സംസാരിക്കാനുള്ള ഷേഖുന EP അബൂബക്കർ ഉസ്താദ് നാളെ മുതൽ ഇവരെ എല്ലാവരും ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വരും, ഖബറാളികളോട് സംസാരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല മക്കളെ ഉണ്ടാക്കിയെടുക്കാൻ ഹലാലായ ഭക്ഷണം കൊടുക്കണം. ഹറാമായ ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തിയെടുത്താൽ ഉപ്പാക്കും ഉമ്മാക്കും മാഫി ഫായിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്കാണ്, മനിക്തസബ ഫീഹാ അദ്ദുനിയാ ഹിൽവതുൻ വഖൽറാ. ദുനിയാവെന്ന് പറഞ്ഞാൽ രസമാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ മധുരമാണ്, ദുനിയാവെന്ന് പറഞ്ഞാൽ മനോഹാരിതയാണ്. മനിക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹുല്ലാഹു വഔറദഹു ജന്നതഹു. ആരാണോ ആ മധുരമായ ദുനിയാവില്, മനോഹാരിതമായ ദുനിയാവില് ഹലാലായി സമ്പാദിച്ച് ഹലാലായ മാർഗത്തിലൂടെ അത് ചെലവ് ചെയ്തതെങ്കിൽ ഔറദഹുല്ലാഹു ജന്നതഹു, അവന് അല്ലാഹു പ്രതിഫലം നൽകുകയും സ്വർഗത്തിന്റെ തണലിലേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്യുമത്രേ. വമനിക്തസബ ഫീഹാ മാലം മിൻ ഗൈരി ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി ഔറദഹുല്ലാഹു അന്നാർ, ഔറദഹുല്ലാഹു അന്നാർ. ആരെങ്കിലും ഹലാലല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച് ഹലാലല്ലാത്ത വഴികളിലൂടെ ആ സമ്പത്ത് ചെലവ് ചെയ്താൽ നാളെ നരകത്തിലേക്കാണ് അവരും അവരുടെ മക്കളും കടന്നു വരിക. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ തലബ ദുനിയാ ഹലാലാ തഅത്തുഫൽ ലിജാരിഹി ഇസ്തിഅഫാഫൻ അനിൽ മസ്അലാ വസഅയൻ അലാ അഹ്ലിഹി ജാഅ യൗമൽ ഖിയാമ വവജുഹു മിസ്ലുൽ ഖമരി ലൈലത്തൽ ബദ്രി ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും തന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാൽ ദുബായിൽ പോയി, ഖത്തറിൽ പോയി, സൗദിയിൽ പോയി, ബഹ്റൈനിൽ പോയി നമ്മൾ ത്യാഗം അനുഭവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾ ഈ മരുഭൂമിയുടെ മടിത്തട്ടിൽ പോയി കഷ്ടപ്പെടുന്നതെങ്കിൽ ഹബീബായ തങ്ങൾ പറയട്ടെ, മൻ തലബ ദുനിയാ ഹലാലാ, നിങ്ങൾ സമ്പാദിക്കുന്ന ഹലാലായ സമ്പാദ്യം ഇസ്തിഅഫാഫൻ അനിൽ മസ്അലാ, മറ്റൊരാളുടെ മുന്നിൽ യാചിക്കാതിരിക്കാൻ, യാചനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരിക്കണം ഒന്നാമത് നിങ്ങൾ സമ്പാദിക്കുന്നത്. രണ്ട്, വസഅയൻ അലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, തന്റെ മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്, തന്റെ ഭാര്യയ്ക്ക്, തന്റെ മാതാപിതാക്കൾക്ക് അവരുടെ പട്ടിണിയും ദാരിദ്ര്യത്തിൽ നിന്നും അവരെ സഹായിക്കാൻ വേണ്ടിയാ. മൂന്ന്, വതഅത്തുഫൻ അലാ ജാരിഹി, അയൽപക്കത്തുള്ള നമ്മുടെ പാവപ്പെട്ടവരുണ്ടല്ലോ, പുരയില്ലാത്ത, വീടില്ലാത്ത, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എത്രയോ അനാഥ മക്കൾ, അത് അഗതി മക്കൾ, ആലംബഹീനരായ മക്കൾ, എത്രയോ സാധുക്കളായ വിധവകളായവർ നമ്മുടെ പുരയുടെ തൊട്ടയൽപക്കത്ത് കഴിയുമ്പോ ഗൾഫിൽ നിന്ന് പണം സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് അവർക്കും നിങ്ങളുടെ സമ്പത്തിന്റെ ഓഹരി അവർക്ക് കൂടെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യൗമൽ ഖിയാമ, ഈ മഹാമനുഷ്യനെ നാളെ സ്വർഗത്തിലേക്ക്, മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നത് വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദർ, 14 രാവിലെ ചന്ദ്രൻ പ്രകാശിക്കുന്നത്
പോലെ ഇവന്റെ മുഖം പ്രകാശമാനമായ അവസ്ഥയിലാണ് ഇവനെ സ്വർഗത്തിലേക്ക് നയിക്കുക എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പാദിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പണം ഉണ്ടാക്കുന്നത് ഫുലൂസ്. എല്ലാവരും ഫുലൂസ് എന്ന് ചാവാൻ കിടക്കുന്നില്ലേ? ഈ ഫുലൂസ് എന്തിനു വേണ്ടിയിട്ടാ? ഈ 3 കാര്യം. ഒന്ന്, തെണ്ടാൻ പാടില്ല. എന്റെ മക്കൾ, ഞങ്ങളുടെ മക്കൾ തെണ്ടാൻ പാടില്ല. ആരുടെ മുന്നിലും പോയി എന്റെ ഉപ്പ ഇല്ല, എന്റെ ഉമ്മ ഇല്ല, എനിക്ക് ഭർത്താവില്ല, ഭാര്യയില്ല, എന്തെങ്കിലും തരണേ യാചിക്കാൻ പാടില്ല. യാചനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദിക്കുന്നത്. 2, തന്റെ മക്കൾക്ക് അവർ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകരുത്. നമ്മൾ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോയാൽ ഒരുപക്ഷെ നമ്മൾ കുഫറിലേക്ക് എത്തിപ്പെട്ടു പോകും. അതുകൊണ്ട് ആ കുഫറിലേക്ക് പോകാതിരിക്കാൻ തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമ്പാദിക്കുന്നത്. നമ്മുടെ സമ്പാദ്യം അതിന് വേണ്ടിയാണ്. ഗൾഫിലോട്ട് പോയി ചോദിച്ചാൽ എത്ര വർഷമായിപ്പാ? 10 വർഷമായിപ്പാ, 25, 30. ഞാനിപ്പോ ഖത്തറിലൊക്കെ അല്ല, ഞാനിപ്പോ ദുബായിലും മസ്കറ്റിലൊക്കെ പോയപ്പോ 35 വർഷമായ കാസർഗോട്ടുകാര്. മാഷാ അല്ലാഹ്, 35 വർഷമായിട്ട് കാസർഗോഡ്, 40 വയസ്സ് ബോംബെയിൽ പോയിരുന്നു. 30 വർഷം 35 വർഷമായിട്ട് ബോംബെയിൽ. മാഷാ അല്ലാഹ്, ഇത്രയും വർഷം എന്തിനാ പോന്നെ? ഒരു പുര വെക്കണോ, മക്കളെ കെട്ടിക്കണോ, അതിനൊക്കെ നമ്മുടെ ആഗ്രഹം. ഇതന്നെയാണ് വിഷയം. ആഗ്രഹം അതിനല്ലേ. തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗൾഫിൽ പോകുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നത്, ഈ ത്യാഗം സഹിക്കുന്നത്. 3, അയൽപക്കക്കാരെ കൂടെ പരിഗണിക്കണം. അതിനാണ് നമ്മൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, സഹായങ്ങൾ ചെയ്യുന്നത്, സാധുക്കളെ സഹായിക്കുന്നത്. ഇതുപോലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ ആ സമ്പാദ്യം ഹലാലായ സമ്പാദ്യമാണ്. ومن طلب الدنيا حلالا مكاثرا بها ومفاخرا لقي الله تعالى وهو عليه غضبان. നബിന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഫഖറിന് വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, അഹങ്കാരത്തിന് വേണ്ടി, എനിക്കിത്ര വീടുണ്ട്, എനിക്കിത്ര ജാഗയുണ്ട്, എനിക്കിത്ര വണ്ടിയുണ്ട്, എനിക്കിത്ര ഷോപ്പിംഗ് മാൾ ഉണ്ട്, എനിക്കിത്ര ഷോപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് ഫഖറിനും അഹങ്കാരത്തിനും പ്രൗഢിക്കും കിബറിനും വേണ്ടിയാണ് ആരെങ്കിലും സമ്പാദിച്ചു കൂട്ടുന്നതെങ്കിൽ ലഖിയ അല്ലാഹ തആല വഹുവ അലൈഹി ഗളബാൻ, നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഇവൻ പോകുന്നത് പടച്ചവൻ ഇവനെ കോപിച്ച നിലയിലായിരിക്കും എന്ന് ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹലാലായത് സമ്പാദിക്കുന്നത് കിബറിനും അഹങ്കാരത്തിനും വേണ്ടിയിട്ടല്ല, പ്രൗഢിക്ക് വേണ്ടിയല്ല. തന്റെ മക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവന്ന് നാളെ ആഖിറത്തിൽ ഈ ഉപ്പാക്ക് എതിര് നിൽക്കുന്ന മക്കളായി മാറാതെ ഉപ്പാടെ, ഉമ്മാന്റെ, ഭാര്യയുടെ, മക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകണം. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ അസ്വാജിഹിം വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. നാളെ അദ്ൻ എന്ന സ്വർഗ്ഗത്തിൽ സന്തുഷ്ടരായ കുടുംബത്തോടുകൂടി കാസർഗോഡ് ജില്ലയിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ നമ്മൾ താമസിക്കുന്നത് പോലെ നമ്മൾ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, മരുമക്കൾ, കാരണവർമാർ, കൊച്ചാപ്പ, മൂത്താപ്പ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൈകൊണ്ട് കോർത്തിണക്കി കൂട്ടിപ്പിടിച്ച് വമൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗ്ഗത്തിൽ, അദ്ൻ എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് പാനീയങ്ങളുമായി, ജ്യൂസുമായി, വിഭവങ്ങളുമായി, ഫ്രൂട്ട്സുമായി മാലാകമാർ നമ്മുടെ അരികിലേക്ക് വരും. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, ഹൗ ആർ യു, ഹൗ ഡു യു, കൈഫൽ ഹാൽ, സുഖമല്ലേ, നിങ്ങൾക്കെല്ലാം റാഹത്തല്ലേ, സലാം സലാം എന്ന് പറഞ്ഞ് മലക്കുകൾ നമ്മളെ ആശീർവദിച്ച് അനുമോദിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് ആ മലക്കുകൾ നമ്മളോട് പറയും, സലാമുൻ അലൈക്കും ഫിമാ സബർതും, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് എല്ലാവിധ ശാന്തിയും ഉണ്ടാകട്ടെ. നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ച ത്യാഗം, ക്ഷമിച്ചതിന്റെ പേരിൽ, സഹിച്ചതിന്റെ പേരിൽ, ഹറാമ് തിന്നാതെ ഒഴിവാക്കിയതിന്റെ പേരിൽ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. ദാ നല്ല വീട് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. അടിച്ചു പൊളിച്ചു ജീവിച്ചോ, വെള്ളടിച്ചോ, വ്യഭിചരിച്ചോ, വ്യഭിചരിച്ചെന്ന് പറഞ്ഞാൽ ഹലാലായിട്ട് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. പെറ്റി കേസില്ല, പോലീസ് വരൂല, ഉപ്പ പിടിക്കൂല, ഉമ്മ പിടിക്കൂല, മാഫി ഫൈദ. ഒന്നിലധികം പെണ്ണ് കെട്ടിക്കോ. ഇവിടുത്തെ നമ്മുടെ പെണ്ണുങ്ങന്മാരും ദേഷ്യപ്പെടുന്ന പോലെ, ചൊടിക്കുന്ന പോലെ അവിടെ ചൊടിക്കാൻ പറ്റൂല. അതിൽ ഇഷ്ടം അനുസരിച്ച് പെണ്ണിനെ കെട്ടാം. അവിടെ ഇന്നഫിൽ ജന്നത്തിലെ സൂഖ, അവിടെ ഒരു കട, ചന്ത തന്നെയുണ്ട്. പെണ്ണുങ്ങന്മാരിങ്ങനെ നിരന്ന് നിൽക്കും. ഇപ്പം നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കില്ലേ, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന കോലം കണ്ടിട്ടില്ലേ? പെണ്ണുങ്ങന്മാരോട് കോലത്തിൽ എന്തല്ല കോലമില്ലേ, ഇങ്ങനെ നിൽക്കുന്നത് നിർത്തിയിട്ടിരിക്കുകയാണ്. ഹാഫ് ഡ്രസ്സ്, മിനി ഡ്രസ്സ്, മിനിസ്കർട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നിർത്തിയേക്കുന്ന പോലെ. അമ്മ പോയിട്ട് അടുത്ത് നോക്കും, മാഷാ അല്ലാഹ് തബാറകല്ലാഹ്,
നമ്മുടെ 60 വയസ്സുള്ള ഇച്ചാമാരൊക്കെ പോയിട്ട് നോക്കി 18 വയസ്സിന്റെ പെണ്ണൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. സംഭവം അത് രൂപ പെണ്ണല്ല സംഭവം, കണ്ടാൽ പെട്ടെന്ന് തോന്നിപ്പോകും. എന്നാൽ സ്വർഗത്തിൽ പോയാൽ ഇതിനൊക്കെ അള്ളാഹു നൽകിയാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് യാ അല്ലാഹ്, ഇങ്ങോട്ട് മാറിയില്ലേ, ഇങ്ങോട്ട് മാറിയില്ലേ. നമ്പർ ഇട്ട് ഇവിടെ സന്തോഷിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹ് തരട്ടെ. ഇങ്ങനെ എഴുതി നമ്പർ ഇട്ട് അവർക്ക് അള്ളാഹ് അങ്ങോട്ട് കൊടുക്കും. അവിടെ ആർക്കും ഒരു കുശുമ്പില്ല, ഒരു അസൂയയില്ല, ഒരു ഹസദില്ല, ഒന്നുമില്ല. റാഹത്തായിട്ട് സന്തോഷമായിട്ട് ഇനി നിങ്ങളുടെ ഒരു തിന്മകളോ ഒന്നും ഞങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്വർഗത്തിൽ അധിവസിക്കാം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ഭാര്യ, എല്ലാവരും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് പോലെ സ്വർഗത്തിലും അള്ളാഹു നല്ല ജീവിതം നൽകും. എപ്പോൾ? ഇല്ലാ മൻ ആമന വഅമില അമലൻ സ്വാലിഹാ ഫൗലൈക ലഹും ജസാഉൽ ളിഅഫ്. നിങ്ങൾ ഈ ദുനിയാവിൽ നല്ല നിലയിൽ അള്ളാഹുവിനെ വിശ്വസിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവരായി മാറിയാൽ ഈ നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ സുഖലോലുപരായി നാളെ സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയും. അതിന് ഈ മഹാന്മാരടങ്ങിയ, ഈ സാലിഹീങ്ങളടങ്ങിയ, ഈ സദ്ഗുണ സമ്പന്നർ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ വെച്ച് നമുക്കെല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം ഇൻഷാ അള്ളാഹ്. ഇനിയുള്ള ശിഷ്ടജീവിതം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അമ്പിയാക്കൾ ഔലിയാക്കളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് പൊരുത്തമുള്ള വഴികളായി തന്റെ മക്കളെ വഴിപിഴപ്പിക്കാതെ, തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ, തന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ച് ഉമ്മാന്റെ കാല് പിടിച്ച്, ഉപ്പാന്റെ കാല് പിടിച്ച്, മാതാപിതാക്കളെ നമ്മുടെ ഒപ്പത്തിൽ താമസിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സന്തോഷകരമായി ജന്നത്തു അദ്ൻ എന്ന് പറയുന്ന സ്വർഗ്ഗലോകത്തിൽ എത്തിപ്പെടാൻ ഈ പരിശുദ്ധമായ പള്ളിയുടെ തിരുമുറ്റത്ത് ഈ മഖാമിന്റെ മുന്നിൽ വെച്ച് ഇത്രയും പേരെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീഖും അവസരവും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ സാലിഹീങ്ങളാക്കി, നമ്മുടെ മക്കൾ സദ്ഗുണ സമ്പന്നരായി അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമായി ജീവിക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളായ മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن. اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم إنا نسألك العفو والعافية في الدنيا والآخرة يا رب العالمين. اللهم عافنا في أبداننا، اللهم عافنا في أبصارنا، اللهم عافنا في أسماعنا، لا إله إلا أنت يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربي هب لي من الصالحين، ربي هب لي من الصالحين، ربي اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. رب ارحمهما كما ربياني صغيرا، رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا الله പടച്ചവനെ, കരുണയുള്ള റഹ്മാനെ, രാജസയ്യിദായ അല്ലാഹുവേ, ഈ സദസ്സിനെ, ഈ നസീഹത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. വന്നുപോയ വീഴ്ചകളെ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇത്രയും സമയം ഒരു കളിയോ ചിരിയോ തമാശയോ പറഞ്ഞ് സമയം പാഴാക്കിയിട്ടില്ല റഹ്മാനെ. നിന്റെ ആയത്തുകൾ, നിന്റെ ഹദീസുകൾ, നിന്റെ ഹബീബായ തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അല്ലാഹുവേ, ഞങ്ങളിവിടെ നിന്റെ പൊരുത്തത്തിനും നിന്റെ ഇഷ്ടത്തിനും വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നാഥാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഈ വന്ന ഒരാളെ പോലും നിരാശരാക്കല്ലേ റഹ്മാനെ. പടച്ചവനെ, എത്രയോ സുഖമില്ലാത്തവരുണ്ട് അല്ലാഹുവേ. പടച്ചവനെ, നിദ്രാരഹിതരായി വിശ്രമരഹിതരായി വളരെ ത്യാഗം സഹിച്ച് ഇത്രയും സമയം ഇവിടെ ഇരുന്നവരാണ്. പടച്ചവനെ, നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, അർശിന്റെ തണല് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ തങ്ങളുടെ മുറാഫഖത്ത് നൽകണേ മന്നാനെ. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിന് യോഗ്യത നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല അല്ലാഹ്, എങ്കിൽ നിന്നോടല്ലാതെ മറ്റാരോട് ചോദിക്കാനാണ് പടച്ചവനെ. റഹ്മാനും റഹീമുമായ അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ പിഴപ്പിക്കല്ലേ റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ നീ പിഴപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, വിശിഷ്യ ഞങ്ങളുടെ പെൺമക്കളെ നീ പിഴപ്പിക്കല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് കുതറിപ്പോയി, ചതിക്കുഴിയിൽ വീട് പോയി, തൻ്റെ മാനം കവർന്നെടുക്കപ്പെടുന്ന മക്കളാക്കി മാറ്റല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ മക്കളെ സാലിഹാത്തുകളാക്കണേ റബ്ബേ.
ഞങ്ങളുടെ മക്കളുടെ പേരിൽ ആഖിറത്തിൽ ഞങ്ങളെ നീ പിടിച്ചു നിർത്തരുതേ പടച്ച റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ പേരിൽ ദുനിയാവിൽ ഞങ്ങളെ നീ അപമാനിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ പേരിൽ പടച്ചവനെ നാട്ടുകാർ ഞങ്ങളെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ റഹ്മാനെ. യാ അല്ലാഹ്, യാ അല്ലാഹ്, സക്കരിയ നബി ചോദിച്ചതുപോലെ സാലിഹീങ്ങളായ നീ ഇഷ്ടപ്പെട്ട മക്കളെ നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ താ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കി താ അല്ലാഹ്, ആലിമീങ്ങളാക്കി താ അല്ലാഹ്, പടച്ചവനെ മുത്തഖീങ്ങളാക്കി താ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങൾ മക്കളില്ലാത്ത എത്രയോ ദമ്പതികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ മക്കളെ കൊടുത്ത് അവരെ നീ സഹായിക്കണം റഹ്മാനെ. ആ ദമ്പതികളുടെ മേൽ നീ കരുണ ചൊരിയണേ അല്ലാഹുവേ. കാരുണ്യവാൻ നീയാണല്ലോ പടച്ച റബ്ബേ. ആ ദമ്പതികളെ നീ ഒന്ന് സഹായിക്കണം റഹ്മാനെ. സക്കരിയ നബിയെ നീ സഹായിച്ചവനാണല്ലോ റഹ്മാനെ. ഇബ്രാഹിം നബിയെ നീ സഹായിച്ചവനാണല്ലോ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്ത ദമ്പതികളെ നീ സഹായിക്കണം റഹ്മാൻ. യാ അല്ലാഹ്, ഞങ്ങളിൽ ക്യാൻസർ രോഗികളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, പനി പോലെ പടർന്നുകൊണ്ടിരിക്കുന്നു മാരകമായ ക്യാൻസർ. അല്ലാഹുവേ, ഒരാൾ മരണപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ആ രോഗത്തെ കാണുകയാണ് റഹ്മാൻ. യാ അല്ലാഹ്, ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, ആ രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ പടച്ച റബ്ബേ, പരീക്ഷിക്കല്ലേ പടച്ച റബ്ബേ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, യാ അല്ലാഹുവേ, മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാൻ, ഇത്രയും പറഞ്ഞ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാൻ. യാ അല്ലാഹ്, ഒരു പനി പിടിച്ചൊരു തലവേദന പിടിച്ചൊരു വയറുവേദനയായ ആശുപത്രിയിൽ പോകുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസർ എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കാൻ നീ അനുവദിക്കല്ലേ റഹ്മാൻ. അതിനുള്ള അവസരം നൽകല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, ആ രോഗികൾക്ക് പൂർണ്ണ ശമനം നൽകണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കുഷ്ഠരോഗത്തിൽ നിന്ന്, വെള്ളപ്പാണ്ടിൽ നിന്ന്, പടച്ചവനെ ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. നീ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പടച്ച റബ്ബേ. യാ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളോട് അപമര്യാദയായി ഞങ്ങൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ പടച്ച റബ്ബേ. ഞങ്ങളുടെ അറിവില്ലായ്മയുടെ പേരിൽ ഒരുപക്ഷെ അല്ലാഹുവേ ജീവിച്ചിരുന്നപ്പോ അവരുടെ വിളിക്ക് ഉത്തരം നൽകാതിരുന്നിട്ടുണ്ടാകും. അല്ലാഹുവേ, അവർക്ക് വെള്ളം ചോദിച്ചപ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ അലസത കൊണ്ട് വെള്ളം കൊടുക്കാതെ ഈ വിരുന്ന് കാണും. അതിന്റെ പേരിൽ ഞങ്ങളെ നീ പിടിച്ചു നിർത്തല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, അവരിപ്പോൾ മണ്ണിനടിയിലായിരിക്കാം പടച്ചവനെ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ഉപ്പയെ സ്നേഹിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. അവരെത്ര വാർദ്ധക്യ സഹജമായ അവസ്ഥയിലായാലും, അവരെത്ര വയസ്സായാലും, അവർ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും അതൊന്നും വെറുപ്പോടെ കാണാൻ നീ അനുവദിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആ കാഷ്ടവും മൂത്രവും വാരിയെടുത്ത് കഴുകി കുളിപ്പിച്ച് അവരെ ശുദ്ധികലശം നടത്താൻ തൗഫീഖ്. ഞങ്ങളുടെ കാഷ്ടം മൂത്രം വാരിയ മാതാപിതാക്കളാണ് പടച്ചവനെ. അവരെ വെറുക്കാൻ നീ അനുവദിക്കല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, അവരുടെ ദർജാത്തിൽ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദർജാത്തിൽ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ മരിച്ചുപോയ ഞങ്ങളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും നീ പുറത്തു കൊടുക്കുക റഹ്മാനെ. ആ ഖബറിലേക്ക് നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈ നസീഹത്തിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യായ എൻ്റെ വന്യപിതാവി അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി. ആ ഖബറിൽ നീ ശാന്തി നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മണ്ണിൽ വന്ന് പ്രസംഗിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ഇൽമു പഠിപ്പിച്ചു തരാൻ ത്യാഗം സഹിച്ച ആ വന്യപിതാവ്, അദ്ദേഹത്തിന്റെ ഖബറിൽ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ഖബറിൽ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാഹ്. പടച്ചോനെ, ആ ഖബറുകളെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. യാ അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ടോ അവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ചെറുപ്പക്കാരെ, ഞങ്ങളുടെ ചെറുപ്പക്കാരികളെ നീ സഹായിക്കണേ പടച്ച റബ്ബേ. വഴിപിഴപ്പിക്കല്ലേ അല്ലാഹ്, വഴിപിഴപ്പിക്കല്ലേ അല്ലാഹ്. മോശമായ വഴികളിൽ നിന്ന് അവരെ നീ പിടിച്ചു നിർത്തണേ റഹ്മാനെ. സന്തോഷമായ, സന്തുഷ്ടമായ, സദ്വൃദ്ധരായ മാർഗത്തിലൂടെ നീ അവരെ സഞ്ചരിപ്പിക്കണേ റഹ്മാനെ. സദ്സരണിയിലൂടെ സഞ്ചരിപ്പിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, യാ അല്ലാഹ്, മ്യാൻമറിലെ മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കണേ റഹ്മാനെ. സിറിയയിലെ ഉമ്മത്തിനെ നീ സഹായിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, അകാരണമായി പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള മക്കളെ നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹു, അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് നീ മോചനം നൽകണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ മന്നാനെ, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹുവേ. അവിടുത്തെ മാതാപിതാക്കൾക്ക് ആരോഗ്യം നസീബാക്കണേ റഹ്മാനെ. അതേപോലെ ജയിലിന്റെ കാരിരുമ്പഴികൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട, അകാരണമായി പിടിക്കപ്പെട്ട എത്രയോ നൂറുകണക്കായ ചെറുപ്പക്കാർ, അല്ലാഹുവേ, ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ മോചനം നൽകണേ നാഥാ.
മോചനം നൽകണേ നാഥ. നാട്ടിൽ സമാധാനവും ശാന്തിയും നീ നൽകണേ അല്ലാഹുവേ. സന്തോഷം നൽകണേ റഹ്മാനെ. ശരീഅത്തിനെ നീ സംരക്ഷിക്കണേ അല്ലാഹുവേ. സഹായിക്കണേ അല്ലാഹുവേ. കരിവാരിത്തേക്കാൻ നീ അനുവദിക്കല്ലേ റഹ്മാനെ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, വിശിഷ്യായി നാട്ടിലുള്ള ആയിരക്കണക്കായ സഹോദരങ്ങൾ സഹോദരിമാർ അല്ലാഹുവേ, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ നാഥ. അവരുടെ പ്രവാസ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹുവേ. അവരുടെ സമ്പാദ്യത്തിൽ റഹ്മത്ത് ചെയ്യണേ പടച്ച റബ്ബേ. കടങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹുവേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പടച്ച റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പടച്ച റബ്ബേ. കടക്കാരുടെ കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. വാടക വീട്ടിൽ കിടക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, അപകടങ്ങളിൽപ്പെട്ട് ഞങ്ങളുടെ ശരീരത്തെ പടച്ച റബ്ബേ ചതഞ്ഞെറിഞ്ഞു മരിക്കുന്ന ദാരുണമായ അന്ത്യത്തിൽ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹ്. മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് ഞങ്ങളുടെ വാഹനങ്ങളെ ഞങ്ങളെ നീ സംരക്ഷിക്കണേ പടച്ച റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണേ പടച്ച റബ്ബേ. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഗതികേടിലേക്ക് ഞങ്ങളുടെ മയ്യത്തിനെ നീ കൊണ്ടെത്തിക്കല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, നല്ല മണ്ണിൽ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. നല്ല ദിവസത്തിൽ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ഈമാനോടെ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. കലിമ ഉറക്കെ ഉച്ചരിച്ചു മരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ദുർമരണം നൽകല്ലേ പടച്ച റബ്ബേ. ഒന്നുമില്ലാത്ത അവസ്ഥയിലോ പാപം ചെയ്യുന്ന അവസ്ഥയിലോ പടച്ചവനെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ റബ്ബേ. അറ്റാക്കിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സൈലന്റ് അറ്റാക്കിൽ നിന്ന് കാത്തുകൊള്ളണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ നെഞ്ചിന്റെ വേദനകൾ അല്ലാഹു, ഞങ്ങളുടെ വാൽവിന്റെ തകരാറുകൾ, ഞങ്ങളുടെ കരളിന്റെ രോഗങ്ങൾ, ഞങ്ങളുടെ ആമാശയത്തിന്റെ രോഗങ്ങൾ, ഞങ്ങളുടെ വൃക്കയുടെ രോഗങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാരുടെ ഗർഭാശയത്തിലെ രോഗങ്ങൾ, അതിലെ മുഴകൾ, അതിലെ കുരുക്കൾ, അല്ലാഹുവേ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, വിട്ടുമാറാത്ത നടുവുവേദന, മുതുകുവേദന, മുട്ടുവേദന, കാലുവേദന, ആസ്മ, അലർജി, ശ്വാസം മുട്ടൽ, തലവേദന, അല്ലാഹുവേ, ഞങ്ങളെ അലട്ടുന്ന വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, നിന്റെ ഖുദ്റത്ത് കൊണ്ട്, നിന്റെ ഫളൽ കൊണ്ട്, നിന്റെ നിഅമത്ത് കൊണ്ട് സാലിഹീങ്ങളായ അംബിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സദ്വൃത്തരായ സജ്ജനങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സാദാത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ, ഇത്രയും സമയം ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് ചൊല്ലിയ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ഈ പരിശുദ്ധമായ ആയത്തുകളുടെ ഹദീസിന്റെയും പേരിൽ ഈ രോഗങ്ങളിൽ ഞങ്ങൾക്ക് മോചനം നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണത്തിന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇബാദത്തിൽ വന്നുപോയ അപാകതകൾ, ന്യൂനതകളെ പരിഹരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. അതിനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഹബീബായ തങ്ങളുടെ മുഖമൊന്ന് കാണാൻ തൗഫീഖ് താ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ തൗഫീഖ് താ അല്ലാഹ്. ആ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മനം കുളിർക്കെ ആ റൗളയിൽ നിന്ന് വിളിക്കാൻ തൗഫീഖ് താ റബ്ബേ. അവിടെ നമസ്കരിക്കാൻ, വിശ്രമിക്കാൻ തൗഫീഖ് താ റബ്ബേ. യാ അല്ലാഹ്, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെ പോലും പടച്ചവനെ നീ നിരാശരാക്കൽ റഹ്മാൻ. മർഹൂമിങ്ങളാക്കണേ അല്ലാഹ്, മഗ്ഫൂരിങ്ങളാക്കണേ റഹ്മാനെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ വിനീതന്റെ നാവിൽ നിന്ന് വന്നുപോയ ആയത്തിന്റെയോ ഹദീസിന്റെയോ ലഫ്ളുകളോ പദങ്ങളോ അർത്ഥ വ്യത്യാസങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല റബ്ബേ, നീ അതെല്ലാം മാപ്പാക്കി ഉഖ്റവികളായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. പടച്ചവനെ നാഫിയ ഇൽമു നൽകണേ അല്ലാഹ്. ഹിഫ്ളും ഫഹമും തഫ്ഹീമും തഹ്ഫീലും നൽകണേ പടച്ചവനെ. ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങൾ, ഉലമാക്കൾ, മുദർരിസീങ്ങൾ, മുതഅല്ലിമീങ്ങൾ പടച്ചവനെ ധാരാളം പേരിരിക്കുന്ന സദസ്സാണ്. അവരുടെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ദർസിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഫഹ്മിലും തഫ്ഹീമിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഇവിടുത്തെ ഉമറാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക നേതാക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ഹിദായത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരുടെയെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നിന്നിലേക്ക് സമർപ്പിക്കുന്നു പടച്ചവനെ. ഞങ്ങളുടെ ഈ ദുആക്കൾ, ഈ തേട്ടം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ നീ പൊറുക്കണേ അല്ലാഹ്, മാപ്പ് നൽകണേ അല്ലാഹ്. ശിഷ്ടജീവിതം നിന്റെ പൊരുത്തത്തിനും നിനക്ക് ഇഷ്ടപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ എവിടെ വെച്ചായാലും അല്ലാഹുവേ, കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി ആഖിറു കലാം, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മഹത് വചനം ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കുന്ന സദ്ഗുണ സമ്പന്നരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.